السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا فادركنا أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم لتسألن يومئذ عن النعيم. صدق الله العلي العظيم. وقال النبي المصطفى محمد صلى الله عليه وسلم: من حسن إسلام المرء تركه ما لا يعنيه. صدق رسوله الكريم. നന്മ പൂത്തുല്ലസിച്ചു നിൽക്കുന്ന ഈ ഉറൂസിന്റെ സൗഹൃദങ്ങളെ നേതൃത്വ പാഠവും കൊണ്ട് ആത്മാർത്ഥമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ പ്രദേശത്തെ ഖത്തീബ്, ബഹുമാന്യനായ ബാക്കവി, ഇവിടുത്തെ മുദരിസുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, പ്രദേശത്തെ വന്യവയോധികരായ കാരണവന്മാർ, മുത്താലിമീങ്ങൾ, സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാർ, പ്രിയപ്പെട്ട ഉമ്മബന്ധന്മാർ, 500 കൊല്ലങ്ങൾക്ക് മുമ്പ് വിജ്ഞാനത്തിന് വേണ്ടി കത്തിച്ചു വെച്ച ഒരു വിളക്കിലേക്ക് പൂക്കളിലേക്ക് പൂമ്പാറ്റകൾ പാഞ്ഞെടുക്കും പോലെ ദിനം പ്രതി ഈ പ്രവിശ്യയിലേക്ക് വിജ്ഞാനദാഹികളും ദീനീ സ്നേഹികളും പ്രവാചക പ്രേമികളും ലോകത്തിൻ്റെ തന്നെയും നാനാഭാഗങ്ങളിൽ നിന്നും പാഞ്ഞെടുക്കുകയും ആത്മനിർവൃതി നേടുകയും ചെയ്യുന്ന ഒരു പരിശുദ്ധമായിട്ടുള്ള മണ്ണിൽ ആ മഹാനായ പണ്ഡിത ശ്രേഷ്ഠരുടെ സ്മരണ ജ്വലിച്ചു നിൽക്കുന്ന ഉറൂസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. ദിവസങ്ങളായി ഇവിടെ വാല് നടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നന്മകളൊക്കെയും മഹാനായ മഹ്ദൂം തങ്ങളോടുകൂടെ, അവരുടെ കുടുംബക്കാരുടെ കൂടെ, ശിഷ്യന്മാരുടെ കൂടെ, മുരീദുമാരുടെ കൂടെ, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തും ഈ പ്രദേശത്തും അന്തിയുറങ്ങുന്ന മഹാന്മാർ, മഹദികൾ, എല്ലാവരോടും കൂടെ മഹാനരായ മുത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിവാറിൽ പരലോക സ്വർഗീയ സന്തോഷ സംഗമത്തിൽ അള്ളാഹു ഈ നന്മകൾ എത്തിക്കട്ടെ. അറിഞ്ഞുമറിയാതെയും ജീവിതത്തിലുടനീളം രാവും പകലും വ്യത്യാസമില്ലാതെ കടന്നു വന്ന എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കുകയും ഭാവിയെ പാപമുക്തമാക്കാനുള്ള അവസരം നൽകി അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, ധാരാളം പ്രസംഗിക്കുക എന്നതിലപ്പുറം വന്നു പോവുക എന്നതാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്. ഇവിടെ വരുന്നതും നിൽക്കുന്നതും സംസാരിക്കുന്നതും ഈ മണ്ണിനോടുള്ളൊരു ബഹുമാനമാണ്. ഈ മണ്ണിനോടുള്ള ബഹുമാനം, ഈ മണ്ണിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ബർസഖിയ ലോകത്ത് വെച്ച് ഒളിഞ്ഞ് ഈ നന്മയിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന മഹാന്മാരെ ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിന് ഒരു പേരും ചൂരും ഈ ഊരിനുണ്ടാക്കി തന്ന ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മെല്ലാവരെയും രണ്ടു ലോകത്തും രക്ഷപ്പെടുത്തട്ടെ. ആഫത്ത് മുസീബത്തുകളിലൊന്നും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആ മഹാന്മാർ കൊളുത്തുവെച്ച ദീപം, അവർ സ്ഥാപിച്ച പ്രഭ പല ഭാഗങ്ങളിലും തിരിച്ചു വരാത്ത വണ്ണം അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആശങ്കയുടെ മുൾമുനയിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അവരുടെ മഹത്വം കൊണ്ട് അതിനെ തിരിച്ചു വിളിക്കാനുള്ള കാലഘട്ടത്തിൻ്റെ ധാർമ്മികമായ സ്തുത്യർഹമായ എല്ലാ സേവനരംഗത്തും സജീവത കാണിക്കാൻ നമുക്ക് അവസരം നൽകട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം ആർഭാടത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് എന്നാണ്. സാഹിത്യത്തിൽ ആർഭാടം എന്ന് പറഞ്ഞാൽ ബഹളം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നൊരു ബഹളത്തിന്റെ കാലമാണ്. ആർഭാടവും ആഭാസവും ഒരു കാര്യമാവാൻ ഒരു പ്രയാസവുമില്ല. പ്രത്യക്ഷത്തിൽ അമ്പിയാക്കൾ പഠിപ്പിച്ചതും വിശുദ്ധ ഖുർആൻ ഉണർത്തിയതുമായ പ്രത്യക്ഷത്തിൽ ഇബാദത്തായ കാര്യങ്ങൾ പോലും ആത്മാവിൻ്റെ അഭാവത്തിൽ ആർഭാടവും ആഭാസവും ആയിത്തീരും എന്നത് പ്രത്യേകമായി കരുതേണ്ട ഒരു നഗ്ന സത്യമാണ്. പ്രത്യക്ഷത്തിൽ ഇബാദത്തായ കാര്യങ്ങൾ അമ്പിയാക്കൾ പഠിപ്പിച്ചതാണ്, മഹാനരായ മുത്ത ഹബീബ് കൽപ്പിച്ചതാണ്, വിശുദ്ധ ഖുർആൻ തേടിയതാണ്. അങ്ങനെയുള്ള കാര്യം പോലും ആത്മാവിൻ്റെ അഭാവത്തിൽ ആഭാസമാവുകയാണ്, അല്ലെങ്കിൽ ആർഭാടമാവുകയാണ്, കേവലമായ ബഹളമായി മാറുകയാണ്. ഉദാഹരണം നിസ്കാരം തന്നെ വേണ്ട. ഇസ്ലാം കാര്യം ഒക്കെ അങ്ങനെയാണ്. ഷഹാദത്ത് കലിമ എടുത്തോളൂ. ഒരാൾ വായോണ്ടാണ്ട് പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അത് ആഭാസമാകും, അല്ലെങ്കിൽ ആർഭാടാകും. ഉള്ളില് വിശ്വാസമില്ലെങ്കിൽ അത് കേവലമായ ഒരു ആർഭാടമാണ്, ഒരു ബഹളമാണ്. അത് പറഞ്ഞ ആളുകളെയാണല്ലോ ഖുർആൻ കൈകാര്യം ചെയ്തത്. ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യഅലമു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. നഹ്വ് പഠിക്കുന്ന കുട്ടികൾ ഈ സദസ്സിൽ നബിയെ, കപടവിശ്വാസികൾ അങ്ങയുടെ അരികിൽ വന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറയും. വല്ലാഹു യഅലമു, അല്ലാഹ്ക്കറിയാം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന്. എന്നിട്ട് അല്ലാഹ് പറയാണ് വല്ലാഹു യഷ്ഹദു, അല്ലാഹ് സാക്ഷിക്കുന്നുണ്ട്, ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, മുനാഫിഖീങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഇവിടെയാണ് എന്റെയും നിങ്ങളുടെയും ഖൽബിന്റെ ചിന്തയുടെ വാതായനങ്ങളൊന്ന് തുറക്കേണ്ടത്. മുനാഫിഖീങ്ങൾ പറഞ്ഞത് പച്ച നുണയാണെന്ന് ഖുർആൻ പറയുന്നത്. എന്താ മുനാഫിഖീങ്ങൾ പറഞ്ഞത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. മുനാഫിഖീങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞ എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹ് പറഞ്ഞത് അത് നുണയാണെന്നാണ്. അത് നുണയല്ലല്ലോ. പക്ഷെ അല്ലാഹ് പറഞ്ഞ അത് നുണയാണ്. പക്ഷെ അതുപോലെ അവർ പറഞ്ഞു അത് നുണയാണ്. അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്നൊക്കെ പഠിച്ചവനറിയാം, പക്ഷെ അവരാ പറഞ്ഞ കളവാണ്. കണ്ടു നിങ്ങൾ?
ഏറ്റവും വലിയ സത്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖൈറു മാ ഖുൽതു അന വൻ നബിയ്യുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ ആത്മാവിന്റെ അഭാവത്തിൽ അത് പറഞ്ഞപ്പോ ഖുർആൻ പറയാണ് അതൊരു ആർഭാടമാണ്, അത് കേവലമായൊരു ബഹളമാണ്. അവരെ പറഞ്ഞൊക്കെ നുണേന്. ഇനി നിസ്കാരത്തിന്റെ കാര്യം എടുത്ത് നോക്കൂ. വൈലുൽ മുസല്ലീൻ ഒരുപാട് തഫ്സീർ അതിനുണ്ട്. അതിനൊരു തഫ്സീർ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് നരകാണെന്നാണ്. വൈലുൽ മുസല്ലീൻ നിസ്കരിക്കുന്നവർക്ക് നരകാണെന്ന്. കാരണം എന്താ? ആത്മാവിന്റെ അഭാവത്തിലാണ് നിസ്കാരം. യാന്ത്രികമായ കേവലം ചേഷ്ടകളായി മാറുകയാണ്. അത് ആർഭാടാണ്, ആഭാസാണ്, അത് അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ അവർക്ക് വൈലാണ്. വൈലെന്ന് പറഞ്ഞാൽ വാദിം ബൈനൽ ജബലൈൻ, കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിന്റെ ബീഭത്സകമായ ജ്വാലകൾക്കിടയിൽ സ്ഥാപിക്കപ്പെട്ട നരകത്തിലെ തീജ്വാലയുടെ ഒരു ചെറുവാണ്. ആ തീജ്വാലയുടെ പർവ്വതക്കെട്ടുകൾക്കിടയിലുള്ള കഠിന കഠോരമായ അദാബിന്റെ ചെരുവില്ലേ ആത്മാവിന്റെ അഭാവത്തിൽ നിസ്കരിക്കുന്നവർക്കാ എന്ന് പരിശുദ്ധ ഖുർആൻ. നിസ്കാരം ആർഭാട ആഭാസമായിട്ട് മാറുകയാണ്. ശ്രദ്ധിക്കണേ, ആത്മാവിന്റെ അഭാവത്തിൽ. നോമ്പ് റുബ്ബ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂ. എത്ര നോമ്പുകാരാണ്, ഓർക്ക് കുറച്ച് വിശപ്പും ദാഹമുണ്ടായി എന്നല്ലാതെ വേറൊരു കാര്യമില്ല എന്ന പരിശുദ്ധ റസൂൽ. നമ്മളെ പോലെ നിയ്യത്ത് വെച്ചിട്ടുണ്ട്, നമ്മളെ പോലെ ഭക്ഷണം കഴിക്കണില്ല, വെള്ളം കുടിക്കണില്ല. നോമ്പറക്കാനത്ത് ചായ അല്ലെങ്കിൽ വെള്ളം കയ്യിലെടുത്തിട്ട് ഈത്തപ്പഴച്ചുകൾ എടുത്തിട്ട് വാങ്ങൊടുത്തോ കൊടുത്താ പറയട്ടോ എന്ന് പറഞ്ഞിട്ട് വാങ്ങൊടുത്താൽ മാത്രം തിന്നുന്നവരാണ്. പക്ഷെ അല്ല പറയണത് ഓൾക്ക് ആ വിശപ്പ് സഹിച്ചെന്നല്ലാതെ വേറൊന്നുമില്ല. കാരണം എന്താണ്? നോമ്പ് കേവലമായ പട്ടിണിയായി, ആത്മാവിന്റെ അഭാവത്തിലായി, വേറൊന്നുമില്ല. ആത്മാവിന്റെ അഭാവത്തിലായി, വേറൊന്നുമില്ല. ഹജ്ജിന് പോയെന്നാൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടല്ലോ ഉസ്താദ്മാരെ ഹജ്ജ് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ടല്ലോ, ഹജ്ജിനെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് ഇബ്രാഹിം നബിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് പോണവരുണ്ട്, ഇബ്ലീസിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് പോണവരുണ്ട്. രണ്ടാളും വിളിച്ചിട്ടുണ്ട്. ആത്മാവിന്റെ അഭാവത്തിൽ പോയവരൊക്കെ ഇബ്ലീസിന്റെ വിളിക്കുത്തരം നൽകി പോയവരാണ്. ആത്മാവിന്റെ സാന്നിധ്യത്തോടെ പോയവരൊക്കെ ഇബ്രാഹിം നബിന്റെ വിളിക്കുത്തരം നൽകി പോയവരാണ്. രണ്ടുണ്ട്. ഹജ്ജിന് പോയെന്ന അങ്ങനെയാണ്. മുമ്പ് ഹജ്ജിന് പോയെന്ന ഒരാള്, ചില ആൾക്കാർ ഹജ്ജിന് പോയെന്നാൽ എല്ലാ ഭിത്തിനും തുടങ്ങാം. ഹജ്ജിന് പോയെന്ന ഒരാള് വീട്ടുകാണ്ട് പോണ സമയത്ത് മുപ്പര വീട്ടിൽ പോകുമ്പോൾ ഒരു തോടിന്റെ മുകളിൽ ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴുങ്ങുകൊണ്ട് ഒരു പാലം, കൃത്രിമമായിട്ടൊരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അയിമക്കൂടി കയറിയിട്ടാണ് പുറേക്ക് എത്താൻ. അപ്പൊ ഇയാൾ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോ ആ പാലത്തിന്റെ അവിടുക്കാണ്ട് കയറി സംസം വെള്ളം പൊട്ടിയൊക്കെ കയ്യിലെടുത്ത് കണ്ട്. അപ്പൊ അയൽവാസി കണ്ണൊട്ടനുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് വരണം. കണ്ണൊട്ടൻ അവിടുന്ന് ഇങ്ങോട്ട് വരികയാണ്, മൂപ്പര് ഇവിടുന്ന് അങ്ങോട്ട് പോകണം. കണ്ണൊട്ടനെ കണ്ടപ്പോ മൂപ്പര് ബാഗും സംസം വെള്ളത്തിന്റെ ആ കന്നാസൊക്കെ അവിടെ വെച്ചുകൊണ്ട് പാലം ഇങ്ങനെ കുലുക്കിയിട്ട് കണ്ണൊട്ടനെ തോട്ടിക്ക് തള്ളിയിടാനുള്ള പരിപാടിയാണ്. നോക്കാൻ നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ നടത്തുന്ന വിത്ത് നോക്കാൻ നിങ്ങൾ മൂപ്പര് പാലം ഇങ്ങനെ കുളിക്കാണ്. പാലം ഇങ്ങനെ കുളിച്ചപ്പോ കണ്ണൊട്ടൻ പറഞ്ഞു, പൊന്നാര ആചാര്യ പാലം കുളിക്കല്ലേന്ന്. അയാൾ ഇയാൾക്ക് ഭയങ്കര അത്ഭുതമായി. ഞാൻ ആചാര്യാന്ന് ഈ പറയാൻ എങ്ങനെ മനസ്സിലായി? അല്ല, കണ്ണ് കാണുമല്ലോ. കണ്ണ് കാണെങ്കിൽ തിരക്കടില്ല. കണ്ണ് കാണാത്തവൻ എങ്ങനെ ഇപ്പൊ ഞാൻ ആചാര്യാന്ന് മനസ്സിലായത് എന്നോടത്തായി മൂപ്പര്. അതിൽ മൂപ്പരാണ്, ഞാൻ പാലം കുളിക്കൊന്നുമില്ല, പക്ഷെ ചങ്ങായി ഞാൻ ഹജ്ജ് ചെയ്ത് വരികയെന്ന് എനിക്കങ്ങനെ തിരിഞ്ഞെന്ന് വെച്ച്. അപ്പൊ കണ്ണൊട്ടൊരു തമാശ പറഞ്ഞത്, അത് ഹജ്ജ് കഴിഞ്ഞ് വരുന്നവരെ ഈ പിത്തനെ നടത്തുള്ളൂ എന്ന് എനിക്കറിയാം, അതുകൊണ്ട് പറഞ്ഞാണ്. കണ്ടങ്ങള് അതും ഹജ്ജിന് പോക്കന്നെയാണ്. ഏത് കാര്യം എങ്ങനെയാണ്? ആത്മാവിന്റെ അഭാവത്തിൽ ഇസ്ലാം നിർദ്ദേശിക്കുകയും കൽപ്പിക്കുകയും ചെയ്ത് പ്രത്യക്ഷത്തിൽ ഇബാദത്തായ കാര്യങ്ങൾ പോലും ആത്മാവിന്റെ അഭാവത്തിൽ നടത്തിയാൽ അത് ആർഭാടമാവുമെങ്കിൽ, ആർഭാടം തന്നെ ദൂർത്ത് എന്നുള്ള അർത്ഥമില്ല കേട്ടോ, പലരും അങ്ങനെ പ്രസംഗിക്കുന്നേക്കാം. പണത്തിന്റെ ആർഭാടം തന്നെ ഇസ്രാഫ് എന്നുള്ള ഒരു അർത്ഥം ആർഭാടത്തിന് സാഹിത്യത്തിലില്ല. ആർഭാടം എന്ന് പറഞ്ഞാൽ ബഹളം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഞാനിങ്ങ് പ്രസംഗിക്കുമ്പോൾ ദൂർത്ത് വല്ലാതെ കടന്ന് ഈ വിഷയാടിസ്ഥാനത്തിൽ വരുന്നില്ലെങ്കിൽ ഒന്നോളും മൂപ്പർക്ക് സാഹിത്യം തീരില്ല എന്ന് മനസ്സിലാക്കണ്ട. ആർഭാടം എന്ന് പറഞ്ഞാൽ ബഹളം എന്നതിൻ്റെ അർത്ഥം. അപ്പോ ഏത് കാര്യങ്ങളും ആത്മാവിന്റെ അഭാവത്തിൽ പ്രത്യക്ഷമായ ഇബാദത്തുകൾ പോലും ബഹളമാകുമ്പോൾ ഖുർആനും ഹദീസും പറയാത്തതും വിരോധിച്ചതുമായ കാര്യങ്ങളായാൽ അതിന്റെ അപകടം എത്രയാണ് മുഅ്മിനേ!
അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ആരിഫ്യങ്ങൾ എഴുതി വെക്കുകയാണ്, യോറഫുൽ ജാഹിലു ബിസിത്ത് ഖിസാൽ. സമൂഹത്തിൽ ആരാണ് വെട്ടി, ആരാണ് കഴമ്പുള്ളത്, ആരാണ് കഴമ്പില്ലാത്ത കഥയില്ലാത്തവന് എന്നതൊരു 6 കാര്യം കൊണ്ട് അറിയപ്പെടുന്നതാണ് എന്ന് അബുൽ ലൈഥ് സമർഖന്ദി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. ഒരു 6 കാര്യം കൊണ്ട് ആരാണ് കഥ ഉള്ളവന് കഥ ഇല്ലാത്തവന് എന്നതൊരു 6 കാര്യം കൊണ്ട് ബോധ്യപ്പെടും. 1, ഒരാവശ്യമില്ലാതെ ദേഷ്യം പിടിക്കാം. അങ്ങനത്തെ ഒരാളെ കണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കാം മൂപ്പർക്ക് കഥ ഇല്ല. ഒരാവശ്യമില്ലാതെ ദേഷ്യം പിടിക്കാം. ആവശ്യമില്ലാതെ ദേഷ്യം പിടിക്കുന്നവന് കഴുതയാണ്, ആവശ്യത്തിന് ദേഷ്യം പിടിക്കാതിരിക്കുന്നവന് പോത്തുമാണ്. രണ്ടുണ്ട്. ഒരാവശ്യമില്ലാതെ ദേഷ്യം കളിക്കാർക്കാം. അങ്ങനത്തെ ഒരാളെ കണ്ട നിങ്ങൾ മനസ്സിലായിക്കോ ഓനൊരു കഥയില്ല. ഒരു ആവശ്യവുമില്ലാതെ മുൻകോപം പേറിയിട്ട് അസഭ്യം പറഞ്ഞു നടക്കുന്നവനെ കണ്ടാൽ അത് കഥയില്ലാത്തവനാണെന്ന് നീ ഉറപ്പിച്ചോ എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. 2, അൽ കലാമു ഫീ ഗൈരി നഫ്ഇൻ, ഒരു ഉപകാരമില്ലാതെ വർത്താനം പറയാം. ഇതിന്റെയൊക്കെ ശറഹ് കിട്ടണമെങ്കിൽ അങ്ങാടിയിലൊന്ന് പോയി നോക്കാൻ മതി. ഒരു ഉപകാരമില്ലാതെ തൊള്ള തുറന്ന് ചിരിച്ചങ്ങനെ ഇരിക്കാം. അങ്ങനത്തെ ഒരാളെ കണ്ടാൽ നിസ്കാരത്തിന് വലിപ്പം നോക്കണ്ട, ഒരു കഥയില്ലാത്ത പൊട്ടനാന്ന് മനസ്സിലായിക്കോ. ഒരു കാമ്പില്ലാത്ത വർത്താനം പറയാം. എന്നിട്ട് അങ്ങനെ സമയം കളയണവനെ കണ്ടാൽ ഉറപ്പിച്ചോളി ഒരു കഥ എന്ന് പറഞ്ഞ കാക്കാക്കില്ല എന്ന് ഉറപ്പിച്ചോളി. അള്ളാഹു കാത്തിരക്ഷില്ല. അതുകൊണ്ട് ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയാണ്, ബുദ്ധിയുള്ള മനുഷ്യന് അത്യാവശ്യമാണ് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് എന്നുള്ളത് ബുദ്ധിയുള്ള മനുഷ്യന് നിർബന്ധമായ ഒരു കാര്യമാണ്. തൊള്ള തുറന്നാല് ഒന്നുകിൽ ഹലാലായ ദുനിയാവ് ഉണ്ടാവണം, അല്ലെങ്കിൽ ആഖിറത്തിൽ നേട്ടം ഉണ്ടാവണം. രണ്ടുമില്ലാത്തത് സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വിഡ്ഢിത്താണ്. അതൊരു ആർഭാടമാണ്, ആഭാസമാണ് എന്ന് മഹാന്മാർ പറയുകയാണ്. ഞാൻ വളരെ പെട്ടെന്ന് വിശദീകരിച്ചു പോവുകയാണ്. 3ാമത്തെ ഒരു കാര്യം ഒരു മനുഷ്യനിലേക്ക് അവന് പണം കൊടുക്കലാണ്. ലൈസ ലഹു മൻഫഅത്തുൻ ഫീ ആ മനുഷ്യന് പണം കൊടുത്ത വിഷയത്തിൽ ഇവനൊരു ഉപകാരമില്ല. ഉപകാരമില്ലാത്ത വിഷയത്തിലേക്ക് പണം കൊടുക്കുന്നത് കണ്ടാൽ അവൻ വെട്ടിയാണെന്ന് മനസ്സിലാക്കിക്കോ, കഥയില്ലാത്തവനാണെന്ന് ഉറപ്പിച്ചോ എന്ന് അബുൽ ലൈഥ് സമർഖന്ദി മഹാന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. 4ാമത്തേത് കേട്ടോളൂ, എല്ലാരരികിലും എല്ലാ രഹസ്യങ്ങളും പാട്ടാക്കുന്നവനെ കണ്ടാൽ, മണിയറ രഹസ്യമാകട്ടെ, കുടുംബ രഹസ്യമാകട്ടെ, കച്ചവട രഹസ്യമാകട്ടെ, ജീവിതത്തിന്റെ രഹസ്യമാകട്ടെ, അങ്ങാടിയിൽ വന്ന് പാട്ടുപാടിയിട്ട് ജനങ്ങൾക്ക് പരസ്യപ്പെടുത്തുന്നവനെ കണ്ടാൽ കഥയില്ലാത്ത കാക്കയാണെന്ന് ഉറപ്പിച്ചോ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പൊട്ടന്മാരിൻ കഴമ്പുള്ളവരും തിരിയാൻ മഹാനവറുകൾ പറഞ്ഞ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേൾക്കൊള്ളി. ആരാണ് ശത്രു, ആരാണ് മിത്രം എന്നത് തിരിയാത്തവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി. ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാത്താണ്. അള്ളാഹു തിരിച്ചറിയാൻ നമുക്ക് കണ്ണേറ്റേ, നമ്മുടെ കൽബിൽ അള്ളാഹു തആല ആ കണ്ണ് തുറന്നേറ്റേ ആമീൻ പറയും. ആരാണ് ശത്രു, ആരാണ് മിത്രം എന്നത് തിരിച്ചറിയാത്തവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ജാഹിൽ. അവന് കുറെ പാട്ട് പാടിയിട്ടോ
അല്ലെങ്കിൽ അറബി മലയാളത്തിലാക്കിയിട്ടോ മലയാളം അറബിയിലാക്കിയിട്ടോ രണ്ടും കൂടി ഇംഗ്ലീഷിലാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിഞ്ഞിട്ടില്ലേ? ഞാൻ പറയില്ല, ഞങ്ങൾ എടുത്തോക്ക് മഹാനായ അബുൽ ഐസ് സമർഖന്ദിയുടെ ഇബാറത്ത്. ഒരാൾക്ക് ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാതെ വന്നാൽ അവനാണ് ബുദ്ധി. അറിവുണ്ടായാൽ പോരാ, അറിവ് പാമ്പിനുണ്ട്, തേളിനുണ്ട്, അറിവ് പല്ലിക്കുണ്ട്, ഉറുമ്പിനുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഉറുമ്പുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഘോഷയാത്ര നടത്തുന്നത് പോലെ മതാ നബിദിനത്തിന് മദ്രസയിൽ നിന്ന് മക്കള് ഘോഷയാത്ര നടത്തുമ്പോ അവരെ വരിയൊന്ന് നിയന്ത്രിക്കാൻ മുഅല്ലിമീങ്ങളുടെ പടാപ്പാട് നമ്മൾ കാണുന്നതാണ്. എന്നാൽ എന്റെയും നിങ്ങളുടെയും വീട്ടിൽ ഒരു ഹോൾസിൽ നിന്ന് മറ്റൊരു ഹോൾസിലേക്ക് വരികെട്ടിപ്പോകുന്ന ഉറുമ്പുകളുടെ ഘോഷയാത്ര നിയന്ത്രിക്കാൻ ഒരു പമ്പനുറുമ്പും രംഗത്ത് വരുന്നില്ല. അവര് വരിതെറ്റാതെ ഘോഷയാത്ര നടത്തുകയാണ്, പ്രകടനം നടത്തുകയാണ്. ആ സമയത്ത് ഉറുമ്പുകളുടെ വായിൽ ചെറിയ കതിരുകൾ കണ്ടിട്ടില്ലേ? അത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഉറുമ്പ് ധാന്യം സൂക്ഷിക്കുന്നത് രണ്ട് കഷ്ണമാക്കിയിട്ടാണ്. എന്ത് ഒരു കഷ്ണമാക്കിയാൽ ധാന്യം മുളക്കോ അത് ഉറുമ്പിനറിയാം. അതുകൊണ്ട് രണ്ട് കഷ്ണമാക്കിയിട്ടാണ് ഇത് സൂക്ഷിക്കല്. ഇതേ ഉറുമ്പ് തന്നെ കൊത്തമ്പാളി സൂക്ഷിക്കുമ്പോ, മല്ലി സൂക്ഷിക്കുമ്പോ 4 കഷ്ണമാക്കുന്നതാണ്. കാരണം മല്ലി എന്നത് കൊത്തമ്പാലി 2 കഷ്ണമാക്കിയാലും മുളക്കുന്നതാണ്. ഇത് ഉറുമ്പിനറിയാം. അത് പാവപ്പെട്ട എനിക്കറിയണമെങ്കിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതാ വലിയ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടി വരോ? പക്ഷേ ഒരു സിംബോസിയത്തിലും പങ്കെടുക്കാതെ, ഒരു റിസർച്ചും നടത്താതെ, ഒരു ഡോക്ടറേറ്റും നേടാതെ ഉറുമ്പിനെ വിവരം പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? അതുകൊണ്ട് അറിവ് ഉറുമ്പിനുണ്ട്, അറിവ് കാട്ടിലെ സൗന്ദര്യത്തിന്റെ റാണിയായ മാൻപേടക്കുണ്ട്, അറിവ് സിംഹത്തിനുണ്ട്, അറിവ് തത്തയ്ക്കുണ്ട്. അവകൾക്കൊന്നും തിരിച്ചറിവില്ല. അറിവല്ല പ്രധാനം, തിരിച്ചറിവാണ്. അല്ലാഹു തആല നമുക്ക് തരട്ടെ. അറിവ് ലോകത്തെല്ലാത്തിനുണ്ട്, തിരിച്ചറിവ് മനുഷ്യന്റെ മാത്രം കുത്തകയാണ്. തിരിച്ചറിവ്. ശത്രുവിനെ തടുക്കുക, ഭക്ഷണം ശേഖരിക്കുക, ഈ 2 കാര്യത്തിനുള്ള അറിവ് എല്ലാത്തിനുണ്ട്. ശത്രുവിനെ തടുക്കുക, വിശപ്പടക്കുക, ഇതാണ് പ്രധാനപ്പെട്ട 2 കാര്യം. നമ്മൾ നോക്കാൻ ഈ 2 കാര്യത്തിനുള്ള അറിവ് നമ്മളെക്കാൾ കൂടുതൽ പാമ്പുകൾക്കുണ്ട്. എങ്ങനെയാണ് ശത്രുവിനെ തടുക്കുക? ഇപ്പോ വലിയ വലിയ പാമ്പുകളൊക്കെ പിടിച്ചാൽ നല്ല ഊതിനെ കേട്ടാൽ നമ്മൾ പെട്ടെന്ന് വിടും. അത് പിടിക്കുന്ന ആളുകൾ തന്നെ വിടും. സത്യത്തിൽ ഈ പാമ്പ് ഊതുന്നത് കടിക്കാനല്ല, നമ്മൾ വിടാൻ വേണ്ടിയാണ്. ഊതിയതുകൊണ്ട് കടിക്കൂല. ഈ ഊത്തിന്റെ ശബ്ദം കേട്ടാൽ നമ്മൾ വിടുന്നവർക്കറിയാം, അതിനായി ഊതുന്നത്. ശത്രുക്കളെ കണ്ടാലും പാമ്പ് എങ്ങനെയാണ് എന്നിട്ട് ഊതും. അപ്പൊ ശത്രു ഓടും. അപ്പൊ ശത്രുവിനെ തട്ടിമാറ്റാനും ഭക്ഷണം ശേഖരിക്കാനും പാമ്പുകൾക്ക് നമ്മളെക്കാൾ അറിയാം. അതല്ല, ആ അറിവ് എല്ലാത്തിനുണ്ട്. വേണ്ടത് തിരിച്ചറിവാണ്. തിരിച്ചറിവ് ഉൾക്കൊള്ളവർക്ക് ശത്രു ആരാണ്, മിത്രമാരാണ് എന്ന് മനസ്സിലാകൂ. അത് മനസ്സിലാകാതെ പോയാൽ അവൻ ഈ ലോകത്തെ ഏറ്റവും വലിയ ജാഹിലാണ്. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ, ഈ ശരീരമുണ്ടല്ലോ, ഈ ശരീരം ബൾബിന്റെ ഈ ചില്ല് പോലെയാണ്. ശരീരം ബൾബിന്റെ ഗ്ലാസ് പോലെയാണ്. ഫീസായ ബൾബിന് എന്തെങ്കിലും പറ്റുമോ? ഫീസായ ബൾബിനെ പറ്റുക എന്ന പോലെ ആത്മാവിന്റെ ഒരു ഇളക്കല്ലാത്ത ഈ ശരീരം ഒന്നിനും പറ്റൂല. അതിന്റെ മേലെ എന്ത് പോഞ്ഞിട്ടും കാര്യമില്ല. ആത്മാവിന്റെ ഒരു ഇളക്കല്ലേ, ആത്മാവിന് ഒരു രുചിയില്ലേ, മാരിഫത്തിന്റെ മധുരം കുടിച്ചിട്ടില്ലേ, മുത്തനബിനെ ഉള്ളിലറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ലേ, അതില്ലാത്ത ഈ ശരീരം ഫീസായ ബൾബ് മാതിരിയാണ്. ചില ബൾബൊക്കെ കാണാൻ എന്ത് രസം ഉണ്ടാവും, ഉരുണ്ടിട്ട് വെളുത്തിട്ട് നല്ല നല്ല രസം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഫീസാല് നേരെ ചാക്ക് കയറിയല്ലേ, പിന്നെ പെറുക്കികൾ കൊണ്ടാലല്ലേ. എന്ന പോലെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് ഫീസായോ, ഈ ശരീരം ഫീസായ ബൾബ് പോലെയാണ്.
ലൈൻ കമ്പി പണിക്കുന്ന ആളുകൾ മെയിൻ ഓഫാക്കിയിട്ടാണ് കയറുക. മെയിൻ അങ്ങോട്ട് ഓഫാക്കിയാൽ അവർ കമ്പി പിടിച്ചിട്ട് താഴെ ചുരുട്ടും. ഇതാണ് ഇപ്പൊ ജൂതന്മാർ നമ്മളെ കൊണ്ട് ചെയ്യുന്നത്. അവര് മഹബത്തിന്റെ ഇഖ്ലാസിന്റെ മെയിൻ സ്വിച്ച് ആണ്ട് ഓഫാക്കി, എന്നിട്ട് ജൂതായുസം നമ്മൾ ചെറുപ്പക്കാരെ തലയേക്കാണ്ട് അടിച്ചു കയറ്റി. അപ്പൊ ജൂതന്മാരെ കോലത്തിൽ കുട്ടികൾ മുടി കട്ട് ചെയ്യാൻ തുടങ്ങി, ജൂതന്മാരെ കോലത്തിൽ പാന്റ് ധരിക്കാൻ തുടങ്ങി, നസ്രാണികളുടെ കോലത്തിൽ തുണി എടുക്കാൻ തുടങ്ങി. അപ്പൊ അവര് ഇതാ ലൈൻ കമ്പി എടുത്തിട്ട് അവർ ചുരുട്ടി മറിച്ചിട്ട് ചവിട്ടി മറിക്കും പോലെ നമ്മളെ വെച്ചുകൊണ്ട് എല്ലാ നേട്ടങ്ങളും കൊയ്യുകയാണ്, അവരെ അജണ്ടകൾ പൂർത്തിയാക്കുകയാണ്. ആ സമയത്താണ് ആർഭാടത്തിൽ നിന്ന് ആഭാസത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് എന്ന വിഷയം പറയാൻ ബാക്കവി എന്നോട് പറഞ്ഞതെങ്കിൽ എന്നെ കേൾക്കുന്ന മുഅ്മിനായ മനുഷ്യ, മഹ്ദൂമങ്ങളുടെ ഉറൂസിലായി സംഘടിപ്പിക്കപ്പെട്ട വാതിലേക്ക് അടുത്തു നിന്നും ദൂരെ നിന്നുമായി ഓടിയണഞ്ഞ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, ഉള്ളിന്റെ ഉള്ളിലാണ് രാജൻ കേട്ടോ. മൃഗങ്ങൾക്ക് ആത്മാവുണ്ട്, പക്ഷെ ആത്മീയതയില്ല. മനസ്സിലായോ? മൃഗങ്ങൾക്ക് ആത്മാവുണ്ട്, പക്ഷെ എന്തില്ല? ഇല്ല, മനസ്സിലായില്ല? ഇത് കുറച്ച് ഒന്ന് തുളഞ്ഞ് ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ. മൃഗങ്ങൾക്ക് ആത്മാവുണ്ട്, പക്ഷെ എന്തില്ല? ആത്മീയതയില്ല. ആത്മീയത മനുഷ്യനാണുള്ളത്, മൃഗങ്ങൾക്കില്ല. ആത്മാവ് റൂഹ് മൃഗങ്ങൾക്കുണ്ട്, പക്ഷെ ആത്മീയതയില്ല. അപ്പൊ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിക്കണേ, ചിന്തിക്കണേ. നമ്മുടെ ആത്മാവിന് വ്യത്യസ്ത അവസ്ഥകളുണ്ട്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആത്മാവിന് വ്യത്യസ്ത അവസ്ഥകളുണ്ട്. അതിൽ വളരെ മലീമസമായ ചാപ്പല്യം പേറുന്ന അവസ്ഥയാണ് അമ്മാറ. ഒരാളങ്ങ് അല്ലാഹുവിനെ വഴിപ്പെട്ട് തഖ്വയോടെ ജീവിക്കാൻ ശ്രമിച്ചാൽ അമ്മാറ നീങ്ങിയിട്ട് അത് ലവ്വാമയായി മാറുന്നതാണ്. അമ്മാറയിൽ തെറ്റുകൾ മാത്രമേ ചെയ്യൂ. തെറ്റ് ചെയ്തവന് തൗബ ചെയ്യാൻ മനസ്സുണ്ടാകൂല. അതാണ് അമ്മാറത്ത്. എന്നാൽ ലവ്വാമത്തിലേക്കൊരു പടി അങ്ങ് കയറിയാൽ അവൻ സിനിമ കണ്ടു എന്ന് വന്നേക്കാം, ഒരു പെണ്ണിനോട് സ്നേഹസല്ലാപം നടത്തി എന്ന് വന്നേക്കാം, ഒരു ഗീബത്ത് പറഞ്ഞു എന്ന് വന്നേക്കാം. പക്ഷെ ലവ്വാമയിലെത്തിയാൽ അവന് കുറ്റബോധമുണ്ടാകുന്നതാണ്. മനസ്സിളകി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നതാണ്. മുൽഹിമയിലെത്തിയാൽ പരമാവധി തെറ്റിൽ നിന്നും മാറി നിൽക്കോ. അതിനനുസരിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ആശയങ്ങളും ഒക്കെ അവന് അറിയാത്ത ലോകത്ത് നിന്ന് അള്ളാഹു വിട്ടുകൊടുക്കുന്നതാണ്. മുത്തുമൈനയിലേക്ക് അങ്ങ് എത്തിയ അവിടെയാണ് ദീനിന്റെ അഭിരുചി അവൻ അനുഭവിക്കുകയാ. ബഹുമാനപ്പെട്ട തങ്ങള് നമ്മുടെ സദസ്സിലേക്ക് അറിയാൻ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ശ്രദ്ധിക്കണേ, മുത്തുമൈനെ ശ്രദ്ധിക്കണേ. നമ്മൾ കാലങ്ങളേറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നൊക്കെ ചൊല്ലിയാണ്, പക്ഷെ ഇന്ന് വരെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ വളരെ പെട്ടെന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിസ്കാരത്തിന് ടേസ്റ്റ് ഇല്ലാത്ത എന്താണ്? നോമ്പിന് ടേസ്റ്റ് ഇല്ലാത്ത എന്താണ്? ഖുർആൻ ഓതുമ്പോ മനസ്സറിയാത്തത് എന്താണ്? സ്വലാത്ത് ചൊല്ലുമ്പോൾ മദീന കാണാത്തത് എന്താണ്? അതിനൊരു കാരണമുണ്ട്. ഇതിന്റെ ടേസ്റ്റ് അറിയാതിരിക്കാൻ ഒരു കാരണമുണ്ട്. ഇതൊക്കെ ആത്മാവിന്റെ ഭക്ഷണങ്ങളാണ്. ശരീരത്തിന്റെ ഭക്ഷണമാണെങ്കിലും ആത്മാവിന്റെ ഭക്ഷണമാണെങ്കിലും വേസ്റ്റ് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ രസം കിട്ടൂല. ഉദാഹരണം, നമുക്ക് നല്ല വിശപ്പുണ്ട്, നല്ല മൂത്രയിക്കാൻ മുട്ടുന്നുണ്ട്. ബിരിയാണി എന്നാ രസം ഉണ്ടാവോ? നല്ല മൂത്രയിക്കാൻ മുട്ടുണ്ട്, നല്ല വിശപ്പുണ്ട്. ബിരിയാണി തിന്നാണെങ്കിൽ ടേസ്റ്റ് അറിയോ? അറിഞ്ഞങ്ങളെ കുറിച്ച് തീരുമാനപ്പെടുക്കാൻ അറിയോ? ഇല്ലല്ലോ. എന്താ? വിശപ്പില്ലാത്തോണ്ടല്ല, തിന്നായിട്ടല്ല. പക്ഷേ വേസ്റ്റ് ഇങ്ങനെ കിടന്നിട്ട് ഇളകിയിട്ട് നമ്മളെ ഉപദ്രവിക്കാണ്. അതുകൊണ്ട് മറ്റേതിന്റെ ടേസ്റ്റ് അറിയില്ല. ഉറപ്പാണ്. ആ പായസം കുടിച്ചാലും അറിയില്ല, ഒന്നും കുടിച്ചാലും അറിയില്ല. കാരണം എന്താ? ഒഴിവാക്കേണ്ട വേസ്റ്റ് നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുകയാണ്. അത് ഒഴിവാക്കിയാലേ ശരീരത്തിന്റെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയൂ. എന്നതുപോലെ ആത്മാവിന്റെ ഭക്ഷണമാണ് സ്വലാത്ത്, ദിക്ർ. അതിന്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ആത്മാവിന്റെ വേസ്റ്റ് ഒഴിവാക്കണം. ഏതാണത്? കിബർ, ഹസദ്, ഉജ്ബ്, ഹിർസ്, അദാവത്ത്. ഇതൊക്കെ ഒഴിവാക്കിയാലേ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്.
അള്ളാഹിനെ വിളിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ, നമ്മൾ അള്ളാഹു തആല ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. അപ്പൊ അതുകൊണ്ട് മുത്തുമയിന്റെ അവസ്ഥയിലേക്ക് ആത്മാവിനെ നമ്മൾ ഉയർത്തണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റാളിയത്തുള്ളത്, പിന്നെയാണ് മർളിയത്ത്. ഇതെല്ലാം പഠിപ്പിച്ച മഹാനാണ് സൈനുദ്ദീൻ മഅബരി മഖ്ദൂമി മഅബരി റളിയല്ലാഹു തആല അൻഹു. പൊന്നാനിയിൽ വെച്ചുകൊണ്ടാണ് അവർ ഉറൂസ് നമ്മൾ നടത്തുന്നത്. അവര് പൊന്നാനിക്കാരനല്ല, അവര് കേരളക്കാരനല്ല. പിന്നീട് കൊച്ചിയിൽ നിന്ന് പൊന്നാനിയിലേക്ക് മഹദൂനങ്ങളെത്തിയത് വിജ്ഞാനത്തിന്റെ ദീനിന്റെ പ്രബോധനത്തിനാണ്. നേരെ കാണുന്ന വലിയ മരത്തിന്റെ ചുവട്ടിൽ കിടക്കുന്ന മഹാനായ അബ്ദുറഹ്മാൻ ഐദ്രൂസി പൊന്നാനിയിലെത്തിയത് ഇവിടെ ജ്വല്ലറി ഉണ്ടാക്കാനല്ല, ടെക്സ്റ്റൈൽസ് നടത്താനല്ല, അങ്ങാടി വാങ്ങാനല്ല, മുണച്ചാക്കും പണച്ചാക്കും ഇറക്കാനല്ല, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അതുകൊണ്ട് പൊന്നാനിക്കാരെ, നിങ്ങൾ എല്ലാ കാലത്തും ബന്ധപ്പെട്ട മഹാനാണ്. മഹ്ദൂനങ്ങളെന്ന് മറക്കണ്ട. പൊന്നാനിക്കൊരു നിലയും വിലയും ലോകതലത്തിൽ ഉണ്ടായത് മഹ്ദൂനങ്ങൾ ഇവിടെ കാലുകുത്തിയിടം മുതലാണ്, അബ്ദുറഹ്മാൻ ഐദ്രൂസി വന്നത് മുതലാണ്. ഇന്ന് മറക്കണ്ട. എല്ലാം മറന്നുകൊണ്ട് ആ മഹാന്മാർ ഇവിടെ എത്തിക്കൊണ്ട് പ്രബോധനം ചെയ്തു. എന്താണ് ശാഫിഈ മദ്ഹബ് എന്ന് കേരളീയർ അറിയുന്നത് മഹ്ദൂനങ്ങൾ മുഖേനയല്ലേ. ഒരു കാലത്ത് ഈ പൊന്നാനി പള്ളിയിലേക്ക് സൗദിയിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന്, ഒമാനിൽ നിന്ന്, യമനിൽ നിന്ന് പോലും വിജ്ഞാനദാഹികള് മഹാനായ മഹ്ദൂനങ്ങളുടെ അരികിൽ പഠിക്കാൻ കടൽ കടന്ന് വന്നിരുന്നു. ആ വിളക്കത്തിരിക്കുമ്പോ, അതിന്റെ പിറകിൽ വെച്ച് നിസ്കരിക്കുമ്പോ, അകത്തെ പള്ളിയിൽ ആ വിളക്ക് കത്തിരിക്കുന്നത് കാണുമ്പോ അത് കേവലമായ ഒരു വിളക്കല്ല, കഴിഞ്ഞകാല വലിയ പ്രതാപത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രകാശമാണ്. ആ പ്രകാശം കാണുന്ന മുതല്ലിമീങ്ങളെ, കാരണവന്മാരെ കാണുമ്പോഴേക്ക് മഹാനായ മഹ്ദൂനങ്ങൾ നമ്മുടെ കൽബിലേക്ക് ഓടി വരികയാണ്. ഓ ചെറുപ്പക്കാരെ, അങ്ങനെ ഈ കുടുംബം മറന്നുകൊണ്ട്, ആരോഗ്യം മറന്നുകൊണ്ട്, ഒരു ചില്ലിക്കാശ് മോഹിക്കാതെ നാടും വീടും ഒഴിവാക്കി നിങ്ങളുടെ നാട്ടിൽ വന്നുകൊണ്ട് പാകിസ്ഥാനം ഏറ്റ് ദർസ് തുടങ്ങിയ മഹാനായ മഹ്ദൂനങ്ങളുടെ വരദാനമാണ് ഈ പള്ളിയെങ്കില് ആ മഹ്ദൂനങ്ങളുടെ അധ്വാനമാണ് ഈ കാണുന്ന ലൈറ്റുകൾക്കൊക്കെ കാരണമെങ്കിൽ, ഓ പ്രിയപ്പെട്ട കാരണവന്മാരെ, സങ്കടത്തോടെ വിഷമത്തോടെ നിങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. വിജ്ഞാനം കൊണ്ട് മണ്ണിനെ പൊന്നാക്കിയ പൊന്നാനിയില്ലേ, ഇന്ന് ഈ പൊന്നാനിയുടെ ചില ഊടുവഴികളിലൂടെ അങ്ങ് സഞ്ചരിച്ച ഈ പള്ളിയിൽ കയറി തന്നെ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ വല്ലാത്ത സന്തോഷമുണ്ടെങ്കിൽ പോലും പുറത്തങ്ങ് ഇറങ്ങി നടന്നാൽ മൂക്കത്ത് കൈവച്ചു പോവുകയാണ്. എന്ത് പറ്റി പൊന്നാനിക്കാരെ നിങ്ങൾക്കെല്ലാം? നമുക്ക് എന്ത് പറ്റി? എന്ത് പറ്റി നമുക്ക്? എല്ലാം നമ്മൾ ആർഭാടമാക്കിയില്ലേ, ആഭാസമാക്കിയില്ലേ? അരുതെന്ന് പറയേണ്ടവർ നാവെടുക്കുന്നില്ല. അനങ്ങാപ്പാറയുടെ നയം സ്വീകരിച്ചുകൊണ്ട് ഗണ്യമായതിനോടൊക്കെ ഇടപഴകുന്നത് പോലെ റബ്ബ് തആല കാത്തുരക്ഷിക്കട്ടെ.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണോ, കേരളത്തിന്റെ മൊത്തം സ്ഥലങ്ങളിലേക്കും മാതൃക നമ്മുടെ പൊന്നാനിയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്നത് പൊന്നാനിയിലേക്കാണ്. പൊന്നാനിയുടെ പ്രത്യേകത ഇവിടെ ഒരു വലിയ കടലുണ്ട് എന്നതല്ല, മറ്റെവിടെയും ഇല്ലാത്ത രൂപഭാവത്തിലുള്ള പള്ളി ഉണ്ട് എന്നതല്ല. പൊന്നാനിയുടെ പ്രത്യേകത ഈ കേരളത്തിന് സകല നന്മകൾക്കും മാതൃക പൊന്നാനിയാണെന്നതാ. സുബ്ഹാനല്ലാഹ്. ഇവിടെയുള്ള മുഅദ്ദിൻ കാസർഗോഡുകാരനാണ് എന്ന് ഖതീബിനോട് പറഞ്ഞു. കാസർഗോഡുകാരെങ്കിലും പൊന്നാനിയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു കല്യാണത്തിലേക്ക് ഒന്ന് തലയിട്ട് നോക്കിയാൽ കൽബങ്ങ് ഉരുകുന്നതാണേ. ഞാനിത് സങ്കടത്തോടെയാണ് പറയുന്നത്. ഒരുപക്ഷേ മഹ്ദൂനങ്ങളുടെ ഓർമ്മയിലായി നടക്കുന്ന ഈ ഉറൂസില് ഇത് എന്റെ അവസാനത്തെ പ്രസംഗമാണെങ്കിൽ ഇന്നെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുമല്ലോ. എന്റെ കടമയാണ് ഞാൻ തീർക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഇരിക്കുന്നുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ ആളുകളും ഇരിക്കുന്നുണ്ട്. മഹാനായ തങ്ങളോട് സകല ആദരവുകളും വെച്ചുകൊണ്ട് ആദരവോടെ ഞാനൊന്ന് പറയട്ടെ. തങ്ങളെ വല്ലിപ്പ പഠിപ്പിച്ചതല്ലേ നിക്കാഹുമിൻ സുന്നത്തി, നിക്കാഹിന്റെ സുന്നത്തിൽ പെട്ടതാണ്. എന്നിട്ട് മഹാനായ തങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ നടക്കുന്ന ഈ പൊന്നാനിയില് പല വീടുകളിലും നടക്കുന്ന കല്യാണത്തിന്റെ തലേന്ന് ഗാനമേളയല്ലേ ഇത് വല്ലിപ്പ ഇഷ്ടപ്പെടുമോ? പെണ്ണുങ്ങൾ അടിഞ്ഞാടുകയല്ലേ? ഇത് റസൂലുള്ളാഹിന്റെ ലാനത്തിന് കാരണമല്ലേ? ഇവിടെ ഈ മുതല്ലിമീങ്ങൾക്ക് കിതാബ് ചൊല്ലിക്കൊടുക്കുന്ന ഉസ്താദുമാരുണ്ട്, ഇവിടെ ബഹുമാനപ്പെട്ട ബാക്കവിയുണ്ട്. അവരൊക്കെ പറയട്ടെ മസല മഹ്ദൂനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഫത്വൽ മുഅലിൻ ഇങ്ങനെയുള്ള കല്യാണങ്ങളെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം എന്താ? ആ കല്യാണത്തിന് പോകണ്ട. ഇരിക്കുന്നുണ്ട് അവിടെ ഫത്വൽ മുഅലിൻ ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. മഹല്ലിക്ക് ഞാൻ പോണില്ല. ഈ കിടക്കുന്ന മഹാന്മാരുണ്ടാക്കിയ കിതാബിലുണ്ടോ? അപ്പൊ ചിലര് പറഞ്ഞത് ക്ഷണിച്ചാ പോകേണ്ട റഹ്മാനി എന്നാണ്. വേണ്ട, കളർ മാറി എല്ലാ സ്ഥലത്തും ചെറിയ വെറുതെ അല്ല പറഞ്ഞിട്ടില്ല. അതാരാ എന്നോട് പറഞ്ഞു? കളർ മാറിയ സ്ഥലത്തേക്കോട്ട് പോയിട്ട് തുന്നല അതാരോ പറഞ്ഞു? നിങ്ങളൊരു പക്ഷെ അടുത്ത വർഷം എന്നെ ആളിനെ വിളിച്ചില്ല, എന്നാൽ എന്റെ കർമ്മം ഞാൻ തീർക്കാം, ഇന്നെന്റെ കർമ്മം തീർക്കാം. നിങ്ങൾ എല്ലാരും കണ്ടോണ്ട് തന്നെ പറഞ്ഞു. ഇതിമേൽ എന്താ വരികയെന്ന് എനിക്കറിയാം, അത് മനസ്സ് കണ്ടിട്ട് തന്നെ അറിയാൻ പറ്റും. ഇതെന്റെ കടമയാണ്. ഇത് കുറെ കാലമായി മോഡിയൊക്കെ തുറന്നു പറയണമെന്ന്. എന്താ ഈ കല്യാണത്തിന്റെ മസല? എന്താ നിങ്ങളിവിടെ ആണത്തുള്ള ആളുകളില്ലേ, തന്റെ ഉള്ള ആളുകളില്ലേ? എന്താ ഒന്ന് ഇരുന്നിട്ട് നോക്കാൻ തീരുമാനം എടുത്ത? എല്ലാരും ഒരുപോലെ ശരിയാവും. മഹ്ദൂനങ്ങളുടെ മുമ്പിൽ നാളെ മഹ്ശറിൽ പ്രത്യക്ഷപ്പെടണ്ടേ? നമുക്ക് അവരുണ്ടാക്കിയ നന്മകളൊക്കെ ഇവിടെ പോയി ആകെ ഒരു ദർശനം മാത്രം മതിയോ? ചുറ്റുഭാഗം മൊത്തം മോശമായി കിടക്കാം. നമ്മൾ 10 ആൾ സംഘടിച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനം കാണണ്ടേ? അല്ലെങ്കിൽ എവിടെ എത്തും? ഈ നാട് തന്നെ ലോകത്ത് അറിയപ്പെട്ട സ്ഥലല്ലേ? ഈ പോക്കിങ്ങനെ ഒരു 10 കൊല്ലം ആരും തടാതെ പോയാൽ എവിടെ എത്തും? നമുക്ക് കടമല്ലേ? ഓരോ യോഗം കൂട്ടിയിട്ട് വരവും ചെലവും മാത്രം കണക്കൂട്ടിയിട്ട് കട്ടം കുടിച്ച് പിരിഞ്ഞാൽ മതിയോ? ഇതിനൊക്കെ കടമല്ലേ? ചിലർ ഇപ്പൊ എന്താ കാട്ടുകയെന്നോ? കാട്ടിന് ഞാൻ പറഞ്ഞുതരാം. ഒരു മഹല്ലിൽ ഒരു വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ മഹല്ലിന്റെ രജിസ്ട്രേഷൻ വാങ്ങിയ കല്യാണമാണെങ്കിൽ അത് ആ വീട്ടുകാരെ മാത്രം ചടങ്ങല്ല, നമ്മളെയും കൂടി ചടങ്ങാം. അപ്പൊ നമുക്ക് ചില തീരുമാനമുണ്ടാവും. ആ പൊരയിൽ ഒരു സൽക്കാരം നടത്തിക്കോട്ടെ, അവർ എന്ത് ചെയ്തോട്ടെ, നമുക്കൊരു ഉത്തരവാദിത്തമില്ല. പക്ഷെ നമ്മളെ ഫാത്തിയ വാങ്ങിയിട്ട് നമ്മളെ ഖത്തീബിനെ കൊണ്ട് നിക്കായിപ്പിച്ചിട്ട് അവിടെ ദ്വാരിപ്പിച്ചിട്ട് മഹല്ല് കമ്മിറ്റിട്ട് രജിസ്ട്രേഷൻ വാങ്ങിയിട്ട് ഒരു പരിപാടി എത്തിയ അവിടെ നമുക്ക് റോളുണ്ട്. ആര് പറഞ്ഞില്ല? ആ റോള് നമ്മൾ പറഞ്ഞു കൊടുക്കണം. മഹല്ല് കമ്മിറ്റിന്റെ രജിസ്റ്റർ വാങ്ങിയിട്ടാണ് നിങ്ങൾ വീട്ടിൽ ഈ പരിപാടി നടത്തുന്നത്. അതുകൊണ്ട് കമ്മിറ്റിക്ക് ചില തീരുമാനങ്ങളുണ്ട്, അത് പറഞ്ഞു കൊടുക്കണം. അത് കടമയാണ്. وإن من الناس ناسا مفاتيح للخير ومغاليق للشر. ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ നന്മയുടെ താക്കോലാണ്, തിന്മയുടെ പൂട്ടാണ്. കാരണവന്മാരെ, നമ്മൾ ഏത് കൂട്ടത്തിൽ പെടണമെന്ന് ചിന്തിക്കേണ്ടതാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ നന്മയുടെ ചാവിയാണ്, തിന്മയുടെ പൂട്ടാണ്. ജനങ്ങളുടെ
കൂട്ടത്തിൽ വേറെ ഒരു വിഭാഗം ആളുകളുണ്ട്, മഫാത്തിഹുൽ ശർരി, അവർ തിന്മയുടെ താക്കോലാണ്, വമവാലികുൽ ഖൈരി, അവർ നന്മയുടെ പൂട്ടുകളാണ്. എന്നിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫതുബാ ലിമൻ ജഅലല്ലാഹു അലാ യദൈഹി ഇഫ്താൽ ഖൈരി, ആരുടെ കയ്യാലാണോ നന്മയുടെ താക്കോലായി പടച്ചവൻ മാറ്റിയത് അവർക്കാല സകല നന്മകളും എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോ ഞാനിത് പറയുന്നതിൽ ആരും എന്നോട് വിരോധം കാണിക്കരുത്. എനിക്ക് പൊന്നാനിയോട് എന്തെന്നല്ലാത്ത അഭിനിവേശമാണ്. ഈ ബഹുമാനപ്പെട്ട ബാക്കവിക്ക് തന്നെ അറിയാമായിരിക്കും. അദ്ദേഹത്തെ പാതിരാത്രിയിൽ തഹജ്ജുദിന് എണീക്കുന്ന പല സമയത്തും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നുകൊണ്ട് സലാം പറഞ്ഞു പോകാറുണ്ട്. ഇവിടെ എത്തിയാൽ വല്ലാത്ത സമാധാനമാണ്. പിന്നീട് ഇതൊക്കെ പറയുന്നത് സ്നേഹം കൊണ്ടാണ്. അങ്ങനെയുള്ള പൊന്നാനിയെ കുട്ടിച്ചോറാക്കുന്നത് തടയാനുള്ള കടമ ഒന്നാമത് കമ്മിറ്റിക്കാർക്കാണ്. അത് ഞാൻ എന്റെ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇവിടെ മഹാനായ തങ്ങളുപ്പാപ്പയുണ്ട്, മറ്റു പലരുമുണ്ട്. അവരുടെ ശ്രദ്ധയിലൊക്കെ ഞാനിതൊന്ന് പെടുത്തുകയാണ്. അല്ലെങ്കിൽ എന്നോട് ഞങ്ങളോട് നാളെ മഹ്ശറിൽ അല്ലാഹു ചോദിക്കുമെന്നൊരു പേടി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ലോകം മുഴുവനും വെറുക്കുന്ന അറുക്കുന്ന ഒരുപാട് കരളൊരുകുന്ന രംഗങ്ങളൊക്കെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്. പലതും പൊന്നാനിയിൽ നിന്നല്ലേ. ഇവിടെയുള്ള പല വഴികളിലൂടെയും മഗ്‌രിബേശായുടെ ഇടയിലൊന്ന് നടന്നാൽ ഏതെല്ലാം വഴിയാണെന്ന് ഞാൻ പറയുന്നില്ല. ബുദ്ധിയുള്ള മനുഷ്യന്റെ കരളങ്ങുരുകുകയാണ്. മഹ്ദൂമങ്ങൾ ദഅവത്ത് നടത്തിയ മണ്ണേ, അബ്ദുറഹ്മാനുള്ള ഇദ്രൂസി വാല് പറഞ്ഞ മണ്ണേ, ഉമർത്താല് പാട്ടുപാടി മഹബത്ത് വിശദീകരിച്ച ഈ മണ്ണേ, ആ മണ്ണിൽ എങ്ങനെയാണ് ചെറുപ്പക്കാരെ ഔറത്ത് കാണിച്ച് ട്രൗസർ ഇട്ടുകൊണ്ട് നിങ്ങൾ ചപ്പാച്ചി പപ്പാച്ചി മുടിയുമായി നാണമില്ലാതടാ മഗ്‌രിബേശാക്കിടയിൽ സകല കല്ലിലും കാരി തവളകളെ പോലെ ജീവിതം ഒരുക്കുന്നത് എങ്ങനെയാ ചെറുപ്പക്കാരാ? ഉറസ് നടത്തിയാൽ മതിയോ? കാര്യബോധത്തോടുകൂടി ചിന്തിക്കണ്ടേ? ഈ മക്കൾക്ക് ആവശ്യമുള്ള പറഞ്ഞു കൊടുക്കണം. നമ്മൾ സമൂഹത്തിൽ കുറച്ചാളുകൾ എണീക്കില്ല. 4 ഭാഗത്തും തർബിയത്തിന്റെ ക്ലാസ്സുകൾ വെക്കി അവരൊക്കെ വിളിച്ചു കൂട്ടി. എന്നിട്ട് അവരോട് പറയും, നിങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ കബർ പോവും. പിന്നെ കമ്മിറ്റിക്കാരായിട്ട് വരേണ്ട ആരാ പൊന്നാനിയിൽ? ഈ കല്ലുമ്മ കയറിക്കാൻ ട്രൗസർ വാലന്മാരാ. എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ? അതുകൊണ്ട് ഇന്നുള്ള നമ്മൾ ഇരുന്നിട്ട് ചിന്തിച്ചിട്ട് കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം, എന്താ പൊന്നാനിയിൽ ഒരു മഗ്‌രിബേശാനിടയിൽ ഒരു ദർശില്ലാത്തത്? ഞാൻ ഇവിടെ ചോദിച്ചിട്ട് അങ്ങോട്ട് പറയുന്നു. ഒക്കെ ഇവിടെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ നാട്ടുകുട്ടികൾ ദർശില്ല. പൊന്നാനിയാണ്. എന്താ ഈ കുട്ടികളൊക്കെ എവിടെ പോയി മഗ്‌രിബേശാനിടയിൽ? എന്താ നിങ്ങൾ വാപ്പാർക്ക് കുട്ടികളെ വീട്ടിൽ തട്ടി കൊടുക്കുന്നു? ഈ പള്ളിന്റെ മേലെ ഒരു മണിക്കൂർ എത്തിയ കുടുംബത്തിന് അതിന്റെ അന്തസ് ഉണ്ടാവില്ല. കുട്ടികൾക്ക് ആവശ്യങ്ങൾ ഇല്ലാത്തൊക്കെ നമ്മൾ ലക്ഷക്കണക്കിന് പൈസ ഇറക്കിയിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്താ അള്ളാന്റെ ദീനൊന്ന്? പൊന്നാനിയിൽ നാട്ടുകുട്ടികൾ ദർശനം ഇരിക്കുന്നില്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താണ് ഞാൻ ചോദിക്കുന്നത്? പൊന്നാനിയിൽ ഇല്ലെങ്കിൽ ആ ഒരു 10 കുട്ടികൾ അത് കിട്ടിയെന്നാണ്. കടമല്ലേ? നമ്മളിതിങ്ങനെ ഇടയ്ക്ക് മീറ്റിംഗ് കൂടുക, എന്നിട്ട് പപ്സും ചായയും കുടിച്ചിട്ട് തീരാ. ആരോഗാണ് പപ്സ്? കുഞ്ഞാമ്പട്ടിന്റെ വകയല്ലേ? ഞാൻ അടുത്ത പ്രാവശ്യം പപ്സ് ആരാ അള്ളാഹു തആല തൗഫീഖ് കേട്ടെ. എന്നിട്ട് പിരിഞ്ഞിട്ട് കാര്യമുണ്ടോ? തീരുമാനം എടുക്കണ്ടേ? അതിനല്ലേ നമ്മളെ കയ്യിൽ അള്ളാഹു തആല അതൊക്കെ തന്നത്. ഒരു ഗ്രാമം പറ്റ മഹാന്മാർ നന്നാക്കി ഒരു ഗ്രാമം ദുഷിക്കുമ്പോ കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി മാറിയെടുക്കാൻ പറ്റുമോ? പുറത്തുനിന്ന് കുറെ വിദേശികൾ പറഞ്ഞത് ദർശനത്തെ കാര്യം അതുകൊണ്ട് മാത്രമായോ? നമ്മളെ കുട്ടികൾ ഈ സമയത്ത് എവിടെ പോയി? നിങ്ങളൊന്ന് മഗ്‌രിബേശാനിടയിലൂടെ നടന്നു നോക്കി, എവിടെ നിങ്ങൾക്ക് തിരിയും? അവരെന്താ ഓതുന്നത്? അവരെ പണി എന്താണ്? ഈ കുട്ടികളെ കൊണ്ട് നമുക്ക് നേട്ടം എന്താണ്? ചിന്തിക്കണേ. കല്യാണ സദസ്സുകൾ എന്തായി പോയി? എവിടെ എന്ത് നടന്നാലും നമുക്ക് സഹിക്കാം. പക്ഷെ പൊന്നാനിത്താ സഹിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ്. പലയിടത്തും പലരും നടക്കുന്നുണ്ട്. ഞാൻ 2-3 ആഴ്ച മുമ്പ് കാസർഗോഡ് ഒരു ഭാഗത്ത് പോയപ്പോ ഇവിടുത്തെ മുക്രി അതിന് കാസർഗോട്ടാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാതിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. അവിടെ പോയപ്പോ എനിക്ക് ഒരു എഴുത്ത് കിട്ടി. എന്താ? പുതിയാപ്പിളയെ കണ്ട് പേടിച്ച അമ്മോസിന് വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാരക്കണം, പേടിച്ച് മരിച്ച അമ്മോസിന് വേണ്ടി ദ്വാരക്കണം എന്നിട്ട് എത്താണ്. കാര്യം പറ. അത് ദ്വാരക്കണേന് ഞാൻ ചോദിച്ചു എന്താണ് ഈ സംഭവം എന്ന് വെച്ചു. അപ്പൊ എന്നോട് അവിടുത്തെ ഖതീബ് പറഞ്ഞു,
അയാൾ നല്ലൊരു മനുഷ്യനാണ്, 5 വക്ത് നിസ്കരിക്കുന്ന ജമാഅത്തിലൊക്കെ പങ്കെടുക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. അയാളെ മോളെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം തീരുമാനിച്ചു. അപ്പൊ കല്യാണത്തിന് പുതിയാപ്പിള വരണുണ്ട്, അടുത്തെത്താനായിക്കണപ്പോ കസേരയിൽ മുണ്ടൊക്കെ ഇട്ടിട്ട് ഇയാളിങ്ങനെ അടുത്തിരിക്കുകയാണ്, കയ്യിലെ തസ്ലീന്റെ മാലൊക്കെ പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട്. പുതിയാപ്പിളിന്റെ ബസ് എന്താ വന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു പൊട്ടുപ്പേ എന്നിട്ട് പൊട്ടിട്ട്. അപ്പൊ തന്നെ ഇയാൾ ഞെട്ടി. ഫൈദാജ് ആദ്യ താമത്തിൽ കുബറേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞെട്ടി. ആൾക്കാരെ അത് പുതിയാപ്പിള വന്ന് ഹോട്ടലാണെന്ന് ഞാൻ പേടിച്ചെന്ന. അപ്പൊ ഒരു വലിയ അപ്പൊ തന്നെ വിളിച്ച് കാക്ക. രണ്ടാമത് പുതിയാപ്പിള കണ്ട് ഇറങ്ങി വരുമ്പോ ഈ വരവ് കൊണ്ട് കണ്ടപ്പോ അയാൾക്ക് പെണ്ണിനെ കാണാൻ വന്ന സമയത്തുള്ള ചെറുക്കനൊന്നല്ല, ഇവൻ ആകെ കോലം മാറിക്കണം. അപ്പൊ മര്യാദക്ക് വന്ന് പോയിന്ന്. ഇപ്പൊ ഇവന്റെ ഈ മുടിയും ഇവന്റെ പാന്റും ഇവന്റെ വയറും ഇവന്റെ ഒപ്പമുള്ള കുറെ ഭദ്രകാളിന്റെ പോലെ ആൾക്കാര്, ചെറുപ്പക്കാര്, അവരൊക്കെ കുപ്പായം വീഴ്ചിട്ട് അവരെ വരവും കൊരയും ചാട്ടൊക്കെ കൂടി കണ്ടപ്പോ ഇയാള് രണ്ടാമതൊന്ന് വിളിച്ച്, ഈ ഹംകിന്റെ അടുത്ത് കാണോ എന്റെ പൊന്നുമോള് പോണു എന്നുള്ള ബേജാറില് ആ വലിയ ആള് ഖത്തീബിന്റെ മടി കണ്ട് മറിഞ്ഞാണ് അറ്റാ കുടിച്ചാണ് കഴിച്ചു. കല്യാണപ്പന്തല് പെണ്ണിന്റെ വാപ്പ പുതിയാപ്പളിനെ കണ്ടിട്ട് പേടിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ എവിടേക്ക് നമ്മളെ കുട്ടികളെ നമ്മളെ കൊണ്ടുപോകുന്നത്? ഇപ്പൊ എടപ്പാളിലല്ലേ 2-3 ദിവസം മുമ്പ് കല്യാണത്തിന് അടി ഉണ്ടാക്കിയിട്ട് പലരും ആശുപത്രി കയറ്റിയത്. ഇതൊക്കെ ഇപ്പൊ തമാശയാണോ? ഈ എടപ്പാളിൽ നിങ്ങൾ പേപ്പർ വെച്ചിട്ടില്ലേ? എടപ്പാളാണ് കുറെ ആളുകള് കല്യാണത്തിന്റെ വകയിൽ കുറെ ആൾക്കാർ ആശുപത്രിയിൽ. എന്തേ? പുതിയാപ്പിള വന്നു പോകാനാണ് കാരണം, വേറെ ഒന്നുമില്ല. അപ്പൊ ഒരു 10 പന്ത്രണ്ട് ആശുപത്രിയിൽ മൂക്കിന്റെ പാലം പൊട്ടിയിട്ടും ചെവിടിന്റെ പാലം പൊട്ടിയിട്ടും കണ്ണിന്റെ കൃഷ്ണമണി ഇളകിയിട്ടും പുതിയാപ്പിള വന്നു പോയതിന്റെ വലിയൊരു 10 പന്ത്രണ്ട് ആശുപത്രിയിൽ. ഇങ്ങനെ ആയാൽ ഓ അന്നിക്കാഹു മിൻ സുന്നത്തി എന്ന് പറഞ്ഞത് എവിടെ എത്തും മുഅ്മിനേ? വെറുതെയാണോ സമയത്തിന് മഴ കിട്ടാത്തത്? നമ്മൾ ഇങ്ങനെയാൽ മഴ കിട്ടുമോ? എന്തൊരാവേശമായിരിക്കും. എനിക്കൊരു ഉറപ്പുണ്ട്, ഏത് തീക്ഷ്ണമായ ഉഷ്ണമാണെങ്കിലോ പൈപ്പ് തുറന്നാൽ ചളിവെള്ളമാണെങ്കിൽ ഉമ്മമാരെ കിണറ്റിലേക്ക് നോക്കിയാൽ വെള്ളമില്ലാതെ തലകറങ്ങുകയാണെങ്കിൽ ഞാനൊരു ഉറപ്പ് തരുന്നു, നിങ്ങളൊക്കെ നിങ്ങളെ മക്കളെ പള്ളി ദർശനത്തിലേക്ക് പറഞ്ഞേക്കുകയും ഈ പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ ഒരു മാരിബേശാക്കടയിൽ ഒരു ചുരുങ്ങിയതൊരു 150 കുട്ടികളെങ്കിലോ നാട്ടുകാര് കുട്ടികളായി ഓതുന്ന ഒരു സമ്പ്രദായം തുടങ്ങി നിങ്ങളുടെ മക്കളൊക്കെ മാരിബേശാക്കടയിൽ പഞ്ചാബ് പല്ലിന്റെയും വായുടെയും അതാ ചുണ്ടിന്റെയും ഇടയിൽ തിരികെയിട്ട് പ്രൗസര ബാലന്മാരായി മൊബൈൽ എംപികളായി നടക്കുന്ന ഈ അവസ്ഥയൊന്ന് മാറ്റിയാ പഴയകാല പ്രതാപത്തിന്റെ ഹദ്ദാദ് റാത്തീബില്ലേ, മങ്കൂസ് മൗലിദില്ലേ, നാരിയത്ത് സലാത്തില്ലേ, സൂറത്തുൽ വാഖിയില്ലേ, സൂറത്തുൽ മുൽക്കില്ലേ, നിങ്ങളുടെ ഗ്രഹാന്തരീക്ഷങ്ങൾ ആ പഴയ പ്രതാപത്തിന്റെ പ്രകാശമൊന്ന് കത്തിയാൽ ഞാനിതാ ഉറപ്പ് തരുന്നു. എന്നിട്ട് എല്ലാവരും കൂടി മഹാനായ മഹ്ദൂമങ്ങളുടെ കാലിൽ പോയി കരഞ്ഞുകൊണ്ട് മഴ ചോദിച്ച മഴ തരുമെന്നത് ഉറപ്പാണ്. അതാ മഹാനായ ഇമാം ബുഖാരിയുടെ സമർക്കന്തിൽ മഴയില്ലാതെയായപ്പോൾ ഖതീബിന്റെ ഇമാമിന്റെ ഖാദിയാരുടെ നേതൃത്വത്തിലായി മുഅ്മിനീങ്ങൾ തൗബ ചെയ്തുകൊണ്ട് ബുഖാരി ഇമാമിന്റെ മഖബയുടെ അരികിൽ വന്നുകൊണ്ട് മഴയ്ക്ക് വേണ്ടി ഇന്ന് കരഞ്ഞുകൊണ്ട് ഖാദിയാരുടെ നേതൃത്വത്തിൽ ദുആ ചെയ്തപ്പോ വരണ്ടുണങ്ങിക്കിടന്ന ഭൂമിയെല്ലാം പച്ചപ്പ് കൊണ്ട് സജീവമായി. അതാ സമർക്കന്തിൽ തോരാത്ത കൈമാരി തന്നെ ബുഖാരിയുടെ ചില ശറഹില് ഫത്ഹുൽ ബാരിയിൽ തന്നെയും ഈ ചരിത്രം കാണാം. അതല്ലേ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായി ഖുദ്സി ഹദീസിൽ പറയുകയാണ്, ലൗ അന്ന ഇബാദി അതാഊനി, മഴയില്ലാതെ കഷ്ടപ്പെടുന്ന ഉമ്മ, വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന പെങ്ങളെ, ആർഭാടത്തിൽ നിന്ന് ആഭാസത്തിലേക്ക് തിരിച്ചു പോകാതെ സമയത്തിന് മഴ കിട്ടൂല, വെള്ളം കിട്ടൂല. അല്ലാഹു പറഞ്ഞതായി മുത്തുഹബീബ് പറയുകയാണ്, ലൗ അന്ന ഇബാദി, എന്റെ അടിമകൾ അതാഊനി, അവരെ എന്നെ വഴിപ്പെടുകയാണെങ്കിൽ ലസഖൈതുഹും ബില്ലൈലി മതറാ വലാ അത്ലഅതുഹും അലൈഹി വലാ അത്ലഅതു അലൈഹിം അശ്ശംസ ബിന്നഹാർ വലം ഉസ്മിഉഹു സൗത الراغي നബിയുനാ റസൂലുള്ളാഹി ചൊല്ലിക്കോയി
സ്വലാത്ത് കൊണ്ട് തേടപ്പെട്ട പരിശുദ്ധമായ മാസമാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഓരോ നാട്ടിലുള്ള എൻ്റെ അടിമകൾ, ശ്രദ്ധിക്കണേ, ഓരോ നാട്ടിലുള്ള എൻ്റെ അടിമകൾ അവർ എന്നെ വഴിപ്പെട്ട് ജീവിച്ചാൽ അള്ളാഹു പറയുന്നവരോ ലസഖൈതുഹും ബില്ലൈലി മതറ. അങ്ങനെ വേണ്ടത്. രാത്രി അവർക്ക് നല്ല മഴ എടുക്കുന്നു. കാരണം എന്താ? രാത്രി മഴ ഉണ്ടായാൽ നമ്മൾ ഉറങ്ങുന്ന സമയമാണ്, തണുപ്പും കിട്ടും, നമ്മുടെ യാത്രക്കും ജോലിക്കൊന്നും ബുദ്ധിമുട്ടില്ല. പഴയിൽ നല്ല മഴ പെയ്താൽ കല്യാണത്തിന് പ്രശ്നമാണ്, കച്ചവടത്തിന് പ്രശ്നമാണ്, യാത്രയ്ക്ക് പ്രശ്നമാണ്. അപ്പൊ മഴ കിട്ടുകയാണെങ്കിൽ രാത്രി കിട്ടുകയാണ് നല്ലത്. നമ്മൾ വിട്ട് വിവരം അറിയില്ല, വെള്ളട്ടായും ചെയ്യും. അള്ളാഹു അങ്ങനെ പറയുന്നത്. അവരൊക്കെ മര്യാദക്ക് നിൽക്കുകയാണെങ്കിൽ ദമ്മുൽ ഹവാ എന്ന ഗ്രന്ഥത്തിന്റെ 117 പേജിൽ ഈ ഹദീസ് ഉദ്ധരിച്ച് കാണാം. ഞാൻ അവർക്ക് രാത്രിയിൽ മഴ കുടിപ്പിക്കും. ദൈക്യത്തിന് ലാമിട്ടിട്ടാ പറയുന്നില്ല, നിശ്ചയം നാം അവർക്ക് കുടിപ്പിക്കുക തന്നെ ചെയ്യും. അൽ മതറ ബിൽ ലൈൽ, രാത്രിയിൽ നമ്മൾ മഴ കൊടുക്കും. പിന്നെ അള്ളാഹു പറയാൻ പകലിൽ സൂര്യനെ ഉദിപ്പിക്കും ചെയ്യും. എന്ന് പറഞ്ഞാൽ പകലിൽ സൂര്യന് വെളിച്ചുണ്ടെങ്കിൽ കച്ചവടത്തിന് പോവാം, മഴ ഇല്ല, വെളിച്ചുണ്ട്, അപ്പൊ യാത്ര ചെയ്യാം, കല്യാണം നടത്താം, മറ്റുള്ള പരിപാടികളൊക്കെ നടത്താം. രാത്രിയില് മഴയാണെങ്കിൽ നമ്മൾ ഉറങ്ങല്ലേ, വെള്ളത്തിന് വെള്ളമായി, തണുപ്പിന് തണുപ്പായി, പകലിന് വെളിച്ചമായി. പോരാ, ഈ മഴ ഉണ്ടായാലോടുകൂടി വർഷകാലത്ത് നമ്മൾ ആകെ പേടിക്കുന്ന ഇടിയാണ് അല്ലെ. മഴ കിട്ടണം, ഇടി വേണ്ടാന്ന് നമ്മളൊക്കെ ആഗ്രഹമുള്ളത്. കാരണം ഇടി എന്ന എല്ലാവർക്കും പേടിയാ. അവിടെ അള്ളാഹു പറയാണ്, ഇടി ഉണ്ടെങ്കിലും ഇടിന്റെ ശബ്ദം അവരെ നമ്മൾ കേൾപ്പിക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ, ചിന്തിക്കണേ. നാട്ടുകാര് മര്യാദക്കായി അവർക്ക് നമ്മൾ രാത്രിയിൽ നല്ല മഴ കൊടുക്കുന്നതാണ്. അതിന്റെ തണുപ്പിൽ അവർക്ക് കൂർക്കം വലിച്ചുകൊണ്ട് ഉറങ്ങുകയും നേരം വെളുക്കുമ്പോഴേക്ക് കിണറ്റി വെള്ളമാവുകയും ചെയ്യും. എന്നാൽ പകലിലോ കട്ടിയുള്ള കാർമേഘങ്ങൾ കണിപിടിച്ചുകൊണ്ട് തോരാത്ത മഴ പെയ്താലോ പകലിൽ സൂര്യോദയം ദർശിക്കുമ്പോ കാർമേഘമില്ല. പോരാ, അവർക്ക് നമ്മൾ ഇടിയുടെ ശബ്ദം കേൾപ്പിക്കൂല എന്ന് അള്ളാഹു പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർളി. ഒരു ഗ്രാമവാസികളെ അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായാൽ ആകാശലോകങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നോ അവർക്ക് അനുകൂലമായ വാതായനങ്ങൾ നമ്മൾ തുറന്നു കൊടുക്കുന്നതാണ് എന്ന് പരിശുദ്ധമായ ഖുർആനും അടയാളപ്പെടുത്തുകയാണ്. ആ ആത്മീയതയിലേക്ക് തിരിച്ചു പോകാൻ, ആഭാസങ്ങളോട് വിട പറയാൻ, ആർഭാടങ്ങളോട് വിട പറയാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. എന്റെ ആളുകൾക്കുന്ന ഉമ്മ, അള്ളാഹുവിന്റെ ദീനിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് മണ്ഡപങ്ങളിൽ പുതുനാരിയെ പോലെ ഉല്ലസിക്കല്ല മോളെ. ഞാനൊരു ചെറിയ സംഭവം ഈ മഹാന്മാരായ വിശ്വാസികൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ വെച്ചുകൊണ്ട് ഉമ്മമാരോട് പറയട്ടെ. ഉമ്മമാരെ, ഹഫ്സാ റളിയല്ലാഹു തആല അൻഹ വഫാത്തായ മാസമാണല്ലോ ശഅബാൻ. അവരൊരിക്കലും തന്നെ നെഞ്ചും മൊഞ്ചും കാണിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി നടന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അടുത്ത കാലങ്ങളായി പൊന്നാനിയിൽ നിന്ന് ചേക്കേറുന്ന റിപ്പോർട്ടുകളുടെ മുമ്പില് ലോകം ഞെടുങ്ങുകയല്ലേ. നിങ്ങളുടെ മക്കളല്ലേ ഇതിന് കാരണം? ഈ അടുത്ത് തന്നെയോ ഒരു സ്കൂളിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് നടുറോട്ടിൽ മൊക്കണിട്ടുകൊണ്ട് ചാടിക്കളിച്ച പെൺകുട്ടികളെ കുറിച്ച് സ്കൂൾ നേരത്തെ വിട്ടിരുന്നു എന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്കൂളിലെ അധികൃതര് വീട്ടിലേക്ക് അറിയിച്ചുകൊണ്ട് വൈകുന്നേര സമയത്ത് മൊക്കണിട്ട് ചാടിക്കളിച്ച് വേർത്ത് വിളിച്ച് ഈ പെൺകുട്ടികൾ വരുമ്പോ എന്തേ നിങ്ങൾ ചോദിക്കാത്തത്? എവിടെയാണ് ഇനി പോയിരുന്നത് എന്ന് ചോദിക്കാൻ വാപ്പാവിന്റെ നെഞ്ചുറപ്പ് എവിടെയാണ്
നഷ്ടപ്പെട്ടത്? ഉമ്മ നിന്റെ ആഗ്രഹം എങ്ങോട്ടാണ് കരിഞ്ഞു പോയത്? നിന്റെ നിയന്ത്രണന്മാരാണ് തട്ടിയെടുത്തത്. ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങളുടെ തൊലിവെളുപ്പ് എക്സ്പ്രഷൻ ചെയ്തിട്ടാണ് എല്ലാ പന്നിപ്പനിയും പക്ഷിപ്പനിയും ഡെങ്കിപ്പനിയും ഈ നാട്ടിലുണ്ടായത്. അറിയില്ലേ, പഴയ കാലത്തൊരു ബനു ഇസ്രായേൽ ഉണ്ടായിരുന്നു, ഒരു ബനു കനാൻ ഉണ്ടായിരുന്നു. ബനു കനാനിന്റെ തലപ്പത്ത് ബലാമുന ബാവുറായിരുന്നു. ബനു ഇസ്രായേലിന്റെ തലപ്പത്ത് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ആയിരുന്നു. ബലാമുന ബാവുറ എന്ന് പറയുന്ന മനുഷ്യനില്ലേ, അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു. മൂസാ അലൈഹിസ്സലാമിന്റെ ഗുരുത്തന്റെ ഇടുകൊണ്ട് ഒന്നുമല്ലാതെ ചത്തുപോയ മനുഷ്യനാ ബലാമുന ബാവുറ. ബനു ഇസ്രായേലിനോട് അവസാനമായി പറഞ്ഞു കൊടുത്തൊരു പോംവഴിയുണ്ട്. ബനു ഇസ്രായേലിന് അല്ലാഹു ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ പിൻവലിക്കപ്പെടാൻ അവരിലേക്ക് ദുരിതമിറങ്ങാനുമാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ബലാം അവസാനമായി ബനു കനാനിനോട് പറയുകയാ, നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യമാരെ, പെൺകുട്ടികളെ, പെങ്ങന്മാരെ ആഭരണ വിഭൂഷിതകളായി പുതുവസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കുക. നിങ്ങളുടെ വീടുകളിലുള്ള സുന്ദരികളായ ചെറുപ്പക്കാരികളെ കണ്ടുകൊണ്ട് ബനു ഇസ്രായേലിലുള്ള ഏതെങ്കിലും യുവാക്കൾക്ക് പ്രണയം വന്നാൽ, കാമം ആ ഒരൊറ്റ അദാബിന്റെ ദുരിതം ബനു ഇസ്രായേലിലേക്ക് ഒരു വലിയ മാറാവ്യാധിയായി അല്ലാഹു ഇറക്കുന്നതാണ്. ഇന്ന് ബനു കനാനിലെ ബലാമുന ബാവുറ എന്ന് പറയുന്ന പണ്ഡിതൻ അവർക്കങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ ചരിത്രം പറയുകയാണ്, ബനു കനാനിലെ ഓരോ വീട്ടുകാരും അവരുടെ വീട്ടിലേക്ക് പോയിട്ട് ഭാര്യമാരെ രംഗത്തിറക്കുകയാ, അവരുടെ മക്കളെ രംഗത്തിറക്കുകയാ, മരുമക്കളെ രംഗത്തിറക്കുകയാ, പെണ്ണന്മാരെ രംഗത്തിറക്കുകയാ. ഇന്ന് മണ്ഡപത്തിലേക്ക് അതാ അരക്കൈ ധരിച്ചുകൊണ്ട് പോകുന്ന പൊന്നാനിക്കാരിയില്ലേ, എടപ്പാളുകാരിയില്ലേ, തിരൂരുകാരിയില്ലേ, മലപ്പുറത്തുകാരിയില്ലേ, നൈസായ ബ്ലൗസും ധരിച്ചുകൊണ്ട്, ദേശികൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട നൈസായ ബ്ലൗസും ധരിച്ചുകൊണ്ട് ശരീരത്തിന്റെ മാർദ്ദള ഭാഗങ്ങൾ എക്സിബിഷൻ നടത്തിയിട്ട് കല്യാണ മണ്ഡപങ്ങളിൽ വീഡിയോ ക്യാമറക്കാരന്റെ മുമ്പിൽ ഉളുപ്പില്ലാതെ ചിരിക്കുന്ന മംഗമാരില്ലേ, സുബ്ഹാനല്ലാഹ് എന്നതുപോലെ ബനു കനാനിലുള്ള പെൺകുട്ടികള് രംഗത്തിറങ്ങിയപ്പോ ബനു ഇസ്രായേലിലുള്ള ചെറുപ്പക്കാർ അവരുടെ തൊലിവെളുപ്പിലെന്ന് ആകർഷിച്ചപ്പോ ചരിത്രം പറയുകയാണ്, ബനു ഇസ്രായേലിലേക്ക് പടച്ചവനൊരു മാറാവ്യാധി ഇറക്കുകയാ. ഒരു മണിക്കൂറിൽ 10,000-കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന ഒരു വൈറസിനെ അല്ലാഹു അങ്ങ് ഇറക്കുകയാ. ആ വൈറസ് ഇറങ്ങിയതോടെ എത്രയോ ചെറുപ്പക്കാർ മാരക രോഗികളായി മാറാവ്യാധി പിടിപെട്ടുകൊണ്ട് മയ്യത്തുകളായി ഹിമാലയം പോലെ ബനു ഇസ്രായേൽ കൊണ്ടുകൂടിയതായി ചരിത്രം പറഞ്ഞാൽ, ഇതിനെ തെളിവ് തിരിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട മുത്താലിന് ഈ ആലിമീങ്ങളെ സാക്ഷി നിർത്തിയിട്ടെന്ന് പറയട്ടെ, ഇന്നത്തെ പക്ഷിപ്പനിയില്ലേ, ഇന്നത്തെ ഡെങ്കിപ്പനിയില്ലേ, ഇന്നത്തെ ചിക്കൻ പനിയില്ലേ, ഇന്നത്തെ സകലവാദി മാറാവ്യാധികളുടെ മാറാപ്പുകളില്ലേ, അതിന് കാരണം ഒരളവോളം പെണ്ണന്മാര് നിങ്ങൾ റോഡിൽ വിലസുന്നത് കണ്ടാ ഒരു സംശയമില്ല. അതുകൊണ്ടുള്ള ദുരിതം നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഒരു ബക്കറ്റ് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. എന്നെ ഏൽപ്പിച്ച വിഷയം പിരിവിന് പറ്റാത്ത വിഷയമാണ്, എന്നാലും പടച്ചോന്റെ ദീനാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളെല്ലാവരും തൽക്കാലം എന്നോടൊന്ന് ക്ഷമിച്ചുകൊണ്ട് ബക്കറ്റിൽ നന്നായിട്ട് സഹകരിക്കണം എന്ന് ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ ദീനെ സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ, ദീനെ സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ. ഒന്നാമീൻ പറ, ദീനെ സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ. ഇനിയും പറഞ്ഞേക്ക്, ദീനെ സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ. ശഅബാമാസാണ്, മഹ്ദൂനങ്ങളുടെ ഓർമ്മയിലാണ്. പെങ്ങന്മാരെ, എല്ലാ അദാബുകളും തട്ടിപ്പോകാനും രോഗങ്ങൾ ശിഫാവാനും ദോഷങ്ങൾ പൊറുക്കാനും നല്ല രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ സഹായിക്കുക. അള്ളാഹുവിന്റെ ദീനെ സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാം, ഈ കല്യാണ മണ്ഡപങ്ങളിലെ ഈ ഗാനമേള വീഡിയോ ക്യാമറ, സത്യത്തിൽ ഞാനൊരു വിശദീകരണത്തോടുകൂടി ഒരു കാര്യങ്ങളോട് പറയാം. കള്ളു കുടിക്കുന്നതിനേക്കാളും ചിലപ്പോൾ ഇന്നത് തെറ്റാവും. എന്തേ? ഞാൻ പറയാം, കള്ളു കുടിക്കുന്നത് തെറ്റാന്ന് കുടിക്കണവർക്കറിയാം. കള്ളു കുടിക്കണ ആരെങ്കിലും അത് സുന്നത്താന്ന് കുടിക്കണ്ടോ? ഇല്ല, തെറ്റാന്ന് അവർക്കറിയാം.
വ്യഭിചരിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും തെറ്റാന്നറിയാം. പക്ഷെ ഈ ഗാനമേള നടത്തുന്ന പുറക്കാനോട് നിങ്ങൾ ചോദിച്ചോക്കണേ തെറ്റാണോന്ന്. എന്ത് തെറ്റിയെന്ന് വെച്ചു പച്ച ഹറാമ നടത്തിയിട്ട് എന്ത് തെറ്റിയെന്ന് വെച്ചാൽ ഇനി തൊട്ടടുത്തുള്ള കുഫറാണ്. അത് മനസ്സിലായിക്കോളി, അല്ലെങ്കിൽ ആലിമ്യങ്ങളോട് ഇരിക്കുന്നത്. ഒരു കടുത്ത തെറ്റിനെ ലാഘവത്തോട് കണ്ടാൽ മരിക്കുന്ന സമയത്ത് ഈമൻ കിട്ടൽ വളരെ പ്രയാസമാണ്. നമ്മുടെ നാട്ടിലൊക്കെ അതിന്റെ വക്കിലെത്തിയില്ലേ. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഗാനമേള നടത്തണ പുറക്കാരൻ നല്ല താമ്പുണ്ടാവും, തോളിൽ നല്ല ടർക്കിട്ടുണ്ടാവും, പള്ളിയിൽ വാങ്ങിക്കൊടുത്ത ഓടി വരും. ഈ മനുഷ്യന്റെ പൊരയിൽ അയാളെ മോളിറങ്ങുമ്പോൾ തലേന്ന് ഗാനമേള. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി പള്ളിക്കന്ന് ആചാര്യ നിങ്ങളെ ചെയ്ത അതിനെന്താ കുഴപ്പമെന്ന്. കാരണം എന്താ, ഇത് തെറ്റാണ്, കാരണവർ അംഗീകരിക്കണം. ഈ അവസ്ഥയിലെത്തി. ഒരു കടുത്ത തമ്മാടിത്തരത്തെ തെറ്റാണെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഈ ഉമ്മത്തിനെ ഗ്രസിക്കുമ്പോൾ അവിടെയാണ് കുഫർ കടന്നു വരാൻ വളരെ സൗകര്യമുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെയാണ് നാവ് ഉപയോഗപ്പെടുത്തേണ്ടത്, അവിടെയാണ് പേന ഉപയോഗപ്പെടുത്തേണ്ടത്, അവിടെയാണ് കമ്മിറ്റിക്കാർ യോഗം കൂടേണ്ടത്. എന്നിട്ട് ഖത്തീബിന്റെ നേതൃത്വത്തിൽ തീരുമാനം എടുക്കണം എന്ത് ചെയ്യണം. നമ്മളെല്ലാരും കൂടിയാണ് ഒത്തൊരുമിക്കണതിൽ. ഇത് ഒരു സ്ഥലത്ത് നിൽക്കാൻ നടത്തണമെങ്കിൽ വേറെ സ്ഥലത്ത് നടത്തുകയാണ്. അപ്പൊ അവിടെ നടത്തായിരുന്ന കാര്യമില്ല, ഇത് പറയാൻ പറ്റൂല. ഏതെങ്കിലും സ്ഥലത്ത് ഒരു മഹല്ലാണ് സജീവായി, എന്നാ പിന്നെ എങ്ങനെന്നുള്ളവർക്ക് നിക്കാർത്തണ്ട. അപ്പൊ തുടങ്ങും വേറെ ഒരു സ്ഥലത്ത് ഒരാളെ പിടിച്ചോണ്ടല്ലോ, അയാളെ നിക്കാർത്തി കൊടുക്കും. അപ്പൊ ഇവിടെ ഉള്ള ബാത്തിലാകാൻ അതിനാണ് സഹകരിക്കണ്ടേ. ഈ തിന്മകളൊക്കെ നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ടേ എവിടെയും പോയിട്ട് ഒപ്പിട്ട് കൊടുക്കാനല്ലേ നമ്മള്. നമുക്കൊരു സ്റ്റാൻഡേർഡ് വേണ്ടേ, നമുക്കൊക്കെ ഒരു പേഴ്സണാലിറ്റി ഇല്ലേ. അള്ളാന്റെ ശരീരത്ത് കളഞ്ഞു കുളിച്ചിട്ട് കൊട്ടിച്ചോറാക്കുമ്പോ നമ്മൾ കേട്ടില്ലാന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ എണ്ണി തരുന്ന 500 നോട്ട് മാത്രത്തിൽ പോക്കറ്റിലിട്ടിട്ട് ചിരിച്ചാൽ മതിയോ? ഇതിനൊക്കെ ഒരു കടമ നമുക്കില്ലേ? കടമകൾ പാലിക്കണ്ടേ? ദൈവത്ത് എന്ന് പറഞ്ഞാൽ 2 പ്രസംഗം നടത്തിയാലായോ? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ? ഒരു വിശാല മനസ്കരയും ഒരു കൂടിയിരിക്കാനുള്ള മനസ്സുണ്ടായ കഴിഞ്ഞില്ലേ? നാട്ടിൽ നീ മുസീബത്ത് കൊണ്ടാണ് പോയി കിട്ടണ്ടേ? ഏത് കല്യാണത്തിൽ നോക്കിയാലും തലേന്ന് ഗാനമേള. ഏതോ പെൺകുട്ടികളെ കൊണ്ടുവരാ, ചുണ്ടുമ ലിസ്റ്റ് കെട്ടി ചോപ്പിച്ചിട്ട് അവരിങ്ങനെ അരക്കെട്ടിന് കീഴ്പ്പെട്ടുള്ളൊക്കെ അവയവങ്ങൾ വർണ്ണിച്ചിട്ട് ഇങ്ങനെ പാടുക. അവിടെ നാട്ടിലുള്ള കുറെ ചെറുപ്പക്കാരും വയസ്സന്മാരൊക്കെ കൂടെ മൊബൈൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അവിടെ ആചാരം മോളും കണ്ട് അടിക്ക് കയറി തരാ. അപ്പൊ പുതിയാപ്പിള ഒപ്പാണ്ടിരിക്കുക, രണ്ടാളും കൂടി കൂത്തുവിടുക, ഒരാൾ മറ്റാൾക്ക് പാൽ കൊടുക്കുക, അത് മുമ്പിലുള്ള അദ്രാമം അങ്ങനെ ഒപ്പിടുക്കുക. എന്നിട്ട് എല്ലാരും കൂടി ക്ലബ്ബ് പോയിട്ട് കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുക. ഇതൊന്നും തെറ്റല്ലേ? എവിടെ പോയി നമ്മുടെ ചങ്കുറപ്പ്? എവിടെങ്കിലൊക്കെ പോയിട്ട് 4 കയ്യാട്ടി വർത്താനം പറഞ്ഞ ആണത്തായോ? ആവശ്യമുള്ളവർക്ക് പറയാനല്ലേ നാവ്, ആവശ്യമുള്ളവർക്ക് തീരുമാനം എടുക്കാനല്ലേ നമുക്ക് നേതൃത്വം നൽകിയത്. എന്താണ് നമ്മളവിടെ തീരുമാനം എടുക്കാത്തത്? കടമയിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമോ? മാഷറിയിൽ പോണ്ടേ? വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഇത് ഞാൻ എന്റെ സങ്കടം പറയുകയാണ്. അതുകൊണ്ട് മഹല്ലിനെ ഒന്ന് ശുദ്ധീകരിക്കാം. അത് നിങ്ങൾ മാത്രം പോരാ. ഞാൻ നിൽക്കുന്ന കറുവത്തിരുത്തി മഹല്ലിന്റെ കാര്യം ഞാൻ നോക്കണോ? ഞാൻ നോക്കേണ്ടതാണ്. ഇവിടെയുള്ള മഹല്ലിന്റെ കാര്യം ഇവിടുത്തെ ഖതീബും കമ്മിറ്റിക്കാരും നോക്കണോ? പഴയ കാലത്ത് മഹ്ദൂമങ്ങൾ ഉണ്ടാക്കി വെച്ച പൊന്നാനി എന്ന പ്രതാപത്തിന്റെ മഹത്വം അവസാനം വരെ നിലനിൽക്കുമെന്നത് ശരിയാണ്. പക്ഷേ മഹ്ദൂമങ്ങൾ നാളെ മഹ്ശറിന് ചോദിക്കോ, ഞാൻ ദർസ് നടത്തിയ മഹല്ലിലെ സെക്രട്ടറി അല്ലേ, പ്രസിഡന്റ് അല്ലേ, ഖജാൻജി അല്ലേ, അല്ലെങ്കിൽ ഖതീബല്ലേ, മുദരിസല്ലേ, അല്ലെങ്കിൽ അവിടെ പ്രഭാഷണത്തിന് വേണ്ടി പോയ ആളല്ലേ, ഇങ്ങനെയൊക്കെ കുട്ടിച്ചോറായി ഇളകി കിടക്കുന്നത് കണ്ടിട്ട് എന്തേ കാമാ പറയാതിരുന്നത്, എന്തേ ഒരു തീരുമാനമെടുക്കാതിരുന്നത് എന്ന് മഹദൂനങ്ങൾ നാളെ മഹ്ശറിൽ നിന്ന് ചോദിച്ചാൽ നമുക്കൊരു മറുപടി വേണ്ടേ? എല്ലാത്തിനും നമ്മൾ തീരുമാനം എടുക്കുന്നുണ്ട്, പക്ഷെ വേണ്ടതിന് തീരുമാനമെടുക്കാതെ വന്നാൽ അത് കടമ തകർക്കലല്ലേ? നാടിനോടൊരു കടമയില്ലേ? നാടിനോടൊരു കടമല്ലേ? അത് 4 ആള് തീരുമാനിച്ചാൽ നടക്കും. ഒരു തീരുമാനം ഉണ്ടാക്കാം. വീടുകളിലൊക്കെ നടക്കുന്ന നിക്കാഹ് അതിൽ കമ്മിറ്റിക്ക് റോളുണ്ട്. എന്തുകൊണ്ട്? ഇവിടുത്തെ രജിസ്ട്രേഷൻ വാങ്ങിയിട്ടാണ്, ഇവിടുന്ന് ഖതീബ് വന്നിട്ടാണ്. അതുകൊണ്ട് ഞങ്ങളിതാ ഒരു ശുറൂത്ത്, കുറച്ച് നിബന്ധനകൾ വെക്കണം. അതിനനുസരിച്ചുള്ള നിക്കാഹിന് മഹല്ലിന്റെ അംഗീകാരം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വരുന്നൊരു തീരുമാനമാണ്. എല്ലാവരും മര്യാദ കണ്ട് വരും, വെറുതെ പറയാൻ വരില്ല. ഞാൻ പരിശോധിച്ച് അനുഭവിച്ച് പാസ്സായിട്ട് ഞങ്ങളോട് പറഞ്ഞു, വെറുതെ പറയാൻ വരില്ല. വെറുതെ പറയാം. ഞാനൊരു പിടുത്തൊരു മഹല്ലിൽ നോക്കി, അങ്ങനെ ഇതിനൊക്കെതിരെ അൽഹംദുലില്ലാ കുറെ മുമ്പ് തന്നെ ഒരു നോട്ടീസ് ആക്കി. അതിലിങ്ങനെ എഴുതി ഗാനമേള, വീഡിയോ ക്യാമറ, ഒപ്പന ഇതൊന്നുള്ള സ്ഥലത്തേക്ക് ഖതീബ് പോകില്ല, കമ്മിറ്റിക്കാർ പങ്കെടുക്കില്ലാന്ന്. അതുകൊണ്ട് കൈ കിട്ടി. അങ്ങനെ നോട്ടീസൊക്കെ ഇറക്കിയപ്പോ പിന്നെ ഒരു സ്ഥലത്ത് കോൽക്കളിയൊക്കെ കൂടിയേറ്റ് കല്യാണം. അപ്പോ മഹല്ലിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളിനോട് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ
ഒരു സ്ഥലത്ത് കോൽക്കളി ഉണ്ട്, എന്താ കാട്ടുകയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടാളും മര്യാദക്ക് പോയിട്ടൊന്ന് പറഞ്ഞാളി, അടിമ്പൊടി ഒന്നും ഉണ്ടാക്കാൻ ഒന്ന് പോയി പറഞ്ഞാൽ മതി, അവർ നന്നായിക്കൊള്ളുന്നു. അപ്പോൾ അവർ പോയിട്ട് പറഞ്ഞപ്പോൾ ഓല് മേലടിസ്ഥാനത്തിൽ ഇറക്കി നോട്ടീസ് ഇട്ട് കൊടുത്തു, അതിൽ കോൽക്കളില്ല, ഒപ്പനയും ഗാനമേളൊക്കെ ഉള്ളൂ, വീഡിയോ ക്യാമറയൊക്കെ, ഇതിൽ കോൽക്കളില്ല. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു പഠിച്ചോനെ നോട്ടീസിൽ കോൽക്കളി ഇല്ലാത്തതുകൊണ്ട് പോലെ അത് പിടിച്ചിട്ടാണ് ഇപ്പോൾ നടത്തുന്നത്, എന്താ കാട്ടുകയെന്ന് വെച്ചാൽ കോൽക്കളി എന്നുള്ള എഴുതിയിട്ടില്ല, അതുകൊണ്ട് കോൽക്കളി നടത്താം. അപ്പൊ ഞാൻ പിറ്റത്തെ ഒരു ഇതിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞേ ബസ്സിലൊക്കെ കയറിയാൽ എഴുതി വെച്ചിട്ടുണ്ടാവും കയ്യും തലയും പുറത്ത് കിടക്കുന്നു. അപ്പൊ ഒരാൾ ഊരൊക്കെ കൂടി പുറത്ത് കിടാം, ഊരൊക്കെ കൂടി ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടാം ചോദിച്ചു പറഞ്ഞു. അതിൽ കയ്യും തലേന്റെയും വർത്താനം പറഞ്ഞിട്ടുള്ളൂ, ഊര പറഞ്ഞിട്ടില്ല എന്നല്ല. ഓനല്ലേ കുതിരട്ടത്ത് കൊണ്ടിട്ട് നെല്ലിക്കോളം കൊടുക്കണ്ടേ? അങ്ങനെ കുറെ പൊട്ടന്മാർ ഇവിടെ ഉണ്ടെന്നാ തോന്നുന്ന പറഞ്ഞപ്പോ അതുകൊണ്ട് പോയി. അങ്ങനെ പറ്റുമോ? വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇതൊക്കെ തീരുമാനിക്കേണ്ട ആളുകൾ ഇതിന്റെ കൊമ്പിൽ പോയിരുന്ന എന്തായിരിക്കും അവസ്ഥ? ഇതെന്താ? ഇത് രാഷ്ട്രീയക്കളില്ല, ഇത് അള്ളാന്റെ ദീനാണ്, നമ്മളെ കയ്യിലേൽപ്പിച്ച് പഠിച്ചോന്റെ ദീനാണ്. രാഷ്ട്രീയം കൈകാര്യം ചെയ്ത പഠിച്ചോൻ വിടൂല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. എല്ലാത്തിനും കൂടി നമുക്ക് പറ്റുമെന്നല്ലേ, ചെയ്യേണ്ടൊക്കെ ചെയ്യണം. വെറുതാണ്ട് ഒപ്പിട്ടെടുത്തിട്ട് പൈസ വാങ്ങിയാൽ കടമ തീരൂല. അവിടെ നമുക്ക് റോളുണ്ട്. ആ വീട്ടിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോൾ അത് അവരും പഠിച്ചവനും കൂടി ആട്ടെ, നമുക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെ ഒപ്പ് വാങ്ങിയിട്ട് രജിസ്ട്രേഷൻ വാങ്ങിയിട്ട് നമ്മളെ ഖത്തീബിനെ കൊണ്ടുപോയിട്ട് ആലിമ്യങ്ങൾ നിക്കാഹ് കൊടുത്തിട്ട് ആ കല്യാണം അത് ലയനത്താക്കിയാൽ അവിടെ നമുക്ക് മറുപടി ഉണ്ട്, നമുക്ക് കടമ തീരൂല. അത് പൊന്നാനിയിലും കൂടി ആകുമ്പോൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ആഭാസത്തിൽ നിന്ന് ആർഭാടത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് എന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ആളുകളും അവരുടെ മേഖലയിൽ ചെയ്യാനുള്ളത് ചെയ്യുകയും ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിക്കുകയും വേണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മമാരെ, ഇതൊന്നും പറയുന്നത് നിങ്ങളോടുള്ള എതിരുകൊണ്ടല്ല. എന്തുകൊണ്ടെന്നാ മെഹ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ ചില പെണ്ണുങ്ങളെ നരകത്തിൽ കാണുകയാണ്. ചില പെണ്ണുങ്ങളുടെ മുടിങ്ങോട്ട് പിടിച്ചു തൂക്കിയിട്ട് അടിയിൽ നിന്ന് തീ കൊടുക്കുകയാണ്. വേറെ ചില പെണ്ണുങ്ങളുടെ ശരീരത്തിലുള്ള നാവ് പിടിച്ചു നീട്ടിയിട്ട് അടിയിൽ നിന്ന് തീ കൊടുക്കുകയാണ്. വേറെ ചില പെണ്ണുങ്ങളതാ അവരുടെ സ്തനഭാഗം പിടിച്ചു നീട്ടിയിട്ട് അടിയിൽ നിന്ന് തീ കൊടുക്കുകയാണ്. വേറെ ചില പെണ്ണുങ്ങളെ പിടിച്ചു കിടത്തിയിട്ട് അവരുടെ താഴെ ചുണ്ട് അവരുടെ പൊക്കിളിന്റെ അടിയിലേക്ക്, മേലെ ചുണ്ട് നെറുന്തലയുടെ മുകളിലേക്ക് ഇരുമ്പിന്റെ കുളത്തുകൊണ്ട് വലിച്ചങ്ങ് നീട്ടുമ്പോ മൂന്നാമത്തൊരു മലക്കഥ നാക്ക് പുറത്തിക്കിടടി എന്ന് പറഞ്ഞുകൊണ്ട് നാക്ക് ഇരുമ്പിന്റെ കുളത്തുകൊണ്ട് പുറത്തേക്ക് വലിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന പെങ്ങളെ, എന്നെ കേൾക്കുന്ന ഉമ്മ, ആ നാക്ക് പുറത്തേക്കെടുത്ത് വലിച്ചുകൊണ്ട് നരകത്തിലുള്ള തീജ്വാലകളാൽ പഴുപ്പിക്കപ്പെട്ട ഇരുമ്പിന്റെ തൂണിലങ്ങ് കെട്ടി വരികയാ. എന്നിട്ടങ്ങ് അതാ കാലിന്റെ അടിയിലൂടെ താറൊടിച്ചുകൊണ്ട് ആയവരെ കത്തിക്കുകയാ. ഈ പെണ്ണിന്റെ നാവ് കരിയുന്നു, വയറ് കത്തുന്നു, തലച്ചോറ് പുഴുങ്ങുന്നു. ഉമ്മമാരെ, മണ്ഡപത്തിൽ തുടങ്ങുമ്പോ റസൂൽ പഠിപ്പിച്ച ഭാവി ദുരന്തം മറക്കണ്ടവട്ടോ. ഇന്ന് ഞങ്ങൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നാളെ നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് പറയുന്നതാ മഹ്ദൂമങ്ങളുടെ ഉറൂസിന് എത്ര ആലിമീങ്ങൾ വന്നുപോയി. ഒരു മുസ്ലിയാർക്ക് ഞങ്ങൾ ആഭാസത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് ഈ വിഷയം കൊടുത്തിട്ട് പോലും ഞങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന അടിഞ്ഞാട്ടത്തെ കുറിച്ച് ആൾക്കാമ പറഞ്ഞില്ല എന്ന് മഹ്ശറിൽ എന്നെ പോലെയുള്ളവരെ പ്രതികൂട്ടിലാക്കിയിട്ട് നിങ്ങൾ പടച്ചവനോട് സങ്കടം പറയരുത് എന്നത് ഞങ്ങളുടെ കടമയാണ്. ഞങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ടല്ലേ പെങ്ങളെ, സ്വർഗത്തിലേക്ക് സ്ത്രീജനങ്ങളെ നയിക്കുന്ന നായികയാരാ? അതിസയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന എന്ന് പറഞ്ഞ ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹാ ഒരിക്കൽ വീട്ടിലിരുന്നു കൊണ്ട് കരയുകയാണ്.
തന്നെ കാണാൻ ഒരുപാട് പെണ്ണുങ്ങൾ വന്ന സന്ദർഭമാ. ആ സമയത്ത് ഫാത്തിമ മോള് കരയുകയാ. കരഞ്ഞു കരഞ്ഞ് തളർന്ന് കലങ്ങി കണ്ണുമായി ഏങ്ങലടിച്ചുകൊണ്ട് കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞു തളർന്നുകൊണ്ടിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് കാണാൻ വേണ്ടി വന്ന പെണ്ണുങ്ങൾ ചോദിക്കുകയാ, ഫാത്തിമ എന്തിനാണ് കരയുന്നത് മോളെ ഫാത്തിമ? ഫാത്തിമ പറയുകയാണ്, ഞാൻ മദീനത്തെ മയ്യത്ത് കെട്ടലോർത്തുകൊണ്ട് കരയുകയാണ്. അപ്പോൾ ഖുറാസാനയിൽ നിന്നൊരു പെൺകുട്ടി ചോദിച്ചു, അതാ മദീനയിലുള്ള മയ്യത്ത് കെട്ടലോർത്തുകൊണ്ട് എന്തിനാ കരയുന്നത്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മദീനത്തെ മയ്യത്ത് കെട്ടലില് ഇപ്പോഴുള്ള കട്ടിലില് മുകളിൽ മൂടാറില്ല. ഞാനൊരു പെണ്ണല്ലേ, ഞാനെന്ന് മരിച്ചുകൊണ്ട് കഫൻ ചെയ്യപ്പെട്ടുകൊണ്ട് എന്നെ മയ്യത്ത് കെട്ടിൽ കയറ്റിയാൽ ഇവിടെ അതാ പെണ്ണുങ്ങളെ നോക്കുന്ന ആളുകളുള്ള കാലമല്ല, മൊബൈൽ കൊണ്ട് ചോർത്തുന്ന പൂവാലന്മാരുള്ള കാലമല്ല. അന്ന് സഹാബാക്കളാണ്, അവർ ഔലിയാക്കളുടെ നേതൃത്വ പദവിയിലുള്ളവരാണ്. എന്നിട്ട് പോലും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ആരെങ്കിലും എന്റെ കഫൻ ചെയ്യപ്പെട്ട എന്റെ ശരീരത്തിലേക്ക് മയ്യത്തായി കിടക്കുന്ന ശരീരത്തിലേക്ക് നോക്കിയാൽ എന്റെ ഭംഗി അറിയൂല, കളറ് കാണൂല. പക്ഷേ ശീലയിൽ പൊതിയപ്പെട്ടുകൊണ്ട് കട്ടിൽ കയറി കിടക്കുന്ന എന്നെ ആദൃശികമായി ആരെങ്കിലും കണ്ടാൽ ഫാത്തിമ എത്രയാണ് വണ്ണമുള്ളത്, ഫാത്തിമ എത്രയാണ് നീളമുള്ളത് എന്ന് നോക്കുന്നവർക്കറിയാമല്ലോ. എന്റെ ജീവിതകാലത്ത് മാത്രമല്ല, എന്റെ വഫാത്തിന് ശേഷം എന്റെ ഹൈറ്റും വെയിറ്റും മറ്റുള്ളവരറിയുന്നത് എനിക്ക് വല്ലാത്ത നാണം തന്നെ. അത് ചിന്തിച്ച് കരയുകയാണെന്ന് പറഞ്ഞപ്പോ മറ്റൊരു നാട്ടിൽ നിന്ന് വന്നൊരു സഹോദരി പറഞ്ഞു, മോളെ കരയണ്ട, നിങ്ങളെങ്ങോ ഫാത്താകുന്നത് എന്റെ കാലത്താണെങ്കിലും എന്റെ നാട്ടിലുള്ള മയ്യത്ത് കെട്ടിൽ മുകളിൽ മൂടാനുള്ള സൗകര്യമുണ്ട്. ഞാനത് സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ വെച്ചുകൊണ്ട് അങ്ങയെ കബറിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം ഞാനേറ്റു എന്ന് പറഞ്ഞപ്പോഴാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരച്ചിൽ മാറ്റിയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇവിടെ ആലിമീങ്ങളുണ്ട്, നിങ്ങൾ ചോദിക്കൂ. ഞാനൊരു മസല പറയാം. ഇബ്നു അബ്ദുൽ ഹൈതമി തോഫയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്ത് ഒരു പെണ്ണങ്ങ് മരിച്ചു. അവിടെ ആങ്ങളാരില്ല, ഭർത്താവില്ല, ഇളാപ്പമാരില്ല, മൂത്താപ്പമാരില്ല, വാപ്പയില്ല, അമ്മാവന്മാരില്ല. മുലകുടി ബന്ധത്തിൽ ദർശന സ്പർശനത്തിന് സ്വാതന്ത്ര്യമുള്ള ആരുമില്ല. അവിടെയുള്ളവരൊക്കെ ആണുങ്ങൾ അന്യവരാണെങ്കിൽ ആ പെണ്ണിനെ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല. അതാണ് മസല. ഇവിടെ ഉസ്താദുമാരുണ്ട്, ചോദിച്ചോക്കി. മരിച്ചുപോയൊരു പെണ്ണ് ഒരു സ്ഥലത്ത് മരിച്ചു കിടക്കാണ്, പാപ്പല്ല, ഭർത്താവില്ല, കാണാനും തൊടാനും പറ്റുന്ന ആണുങ്ങൾ ആരും ഇല്ലെങ്കിൽ ആ പെണ്ണിനെ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല. മരിച്ചിട്ടാണ് ഈ പറഞ്ഞത്, മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല. ആ പെണ്ണിനെ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല. പിന്നെ തേമം ചെയ്തിട്ട് മറമാടണം. എന്ത്? മയ്യത്ത് കുളിക്കുമ്പോൾ ശരീരമൊക്കെ കാണേണ്ടി വരും. തേമാകുമ്പോ കയ്യും മുഖവും മാത്രം മതിയല്ലോ, ഹലാസ്. ശരീരമൊക്കെ കാണേണ്ടി വരുന്നുള്ള പേടിയിൽ റൂഹ് പിരിഞ്ഞ ഒരു പെണ്ണിനെ മയ്യത്ത് കുളിപ്പിക്കരുതെന്ന് പറഞ്ഞ ശരീരത്തിന്റെ ആളുകളാ നമ്മള്. ഇത് മയ്യത്തായിട്ടൊന്നുമില്ല. എന്നിട്ടിങ്ങനെ മണ്ഡപത്തിലൊക്കെ ഇങ്ങനെ തിളങ്ങണേ കണ്ടാൽ എന്താണ് നൃത്തം. ക്യാമറക്കാരന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങോട്ട് പിടിച്ച അത്രാമാനെ അങ്ങോട്ട് നോക്കല്ലേ വീരാൻ, ഇങ്ങോട്ട് നോക്കി. ഞാൻ ചിരിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയം, ഇജെന്താ പിടിച്ചാത്ത? ഈ നൃത്തം ഇങ്ങനെ നിന്നിട്ട് ജീവത്തുടിപ്പുള്ള പെണ്ണുങ്ങൾ. മസൽ ആലിമീങ്ങൾ പറയട്ടെ, ഒരു പക്ഷെ നിങ്ങൾ പറയാം മൗലവിനെ അടുത്ത വാതിനെ വിളിക്കണ്ടെന്ന്, എന്നാൽ എന്റെ കടമ ഒന്ന് തീരുമല്ലോ. ഇവിടെ ആലിമീങ്ങൾ ഉണ്ട്, ഒരു മസല പറയട്ടെ. എന്താ ദീനിന്റെ മസല എന്ന് പറയട്ടെ. ഇതിന്റെ നാളത്തെ സൈഡഫക്റ്റാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കടമല്ലേ, നമ്മളിങ്ങനെ വാതിലെടുത്ത് പിരിഞ്ഞാൽ മതിയോ? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? ഇത് പൊന്നാനിയല്ലേ? എല്ലാരും ഉച്ച നോക്കണേ നമ്മളെ ഉമ്മാരെ നിങ്ങളെ അടുത്തേക്കല്ലേ. നിങ്ങളെ കോലത്തിലായാൽ മറ്റുള്ള ആളുകളുടെ അവസ്ഥ എന്തായി പോകും? ഇവിടെ അല്ലേ മാതൃക വേണ്ടത്? എല്ലാത്തിനും ഒരു മാതൃകയും ചാതുര്യവും ഒക്കെ ഇവിടെ അല്ലേ ഉള്ളത്. ആ പ്രകാശം നമ്മളായിട്ട് കെടുത്താൻ പറ്റുമോ? വളരെ ഗൗരവത്തിൽ ഉമ്മമാർ ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ഉമ്മമാർ ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചെറുപ്പക്കാർ ചിന്തിക്കണം. കാസർഗോട്ടേക്ക് അങ്ങോട്ട് പോയാൽ അൽഹംദുലില്ലാ പള്ളിയിലൊക്കെ കയറിയാൽ ചെറുപ്പക്കാർ തൊപ്പിയിട്ടിരിക്കുന്നതിന്റെ ഒരു ആവേശമാണ്.
പക്ഷെ ഇവിടെ വന്നാൽ ഈ മുത്താലിമീങ്ങൾ, ഈ വിദേശികളായ മുത്താലിമീങ്ങളായിട്ട് പോയാൽ പിന്നെ അത്തപ്പള്ളിയൊക്കെ നോക്കിയാൽ ബാക്കവി ഉണ്ടാവും, ബാക്കിൽ ഒരു 3-4 വയസ്സന്മാരുണ്ടാവും. എത്രയല്ലേ ഉണ്ടാവുള്ളൂ? നിങ്ങൾക്ക് ചിലപ്പോൾ പേടി ഉണ്ടാവും പറയാൻ, അല്ലെ? അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. ചെറുപ്പക്കാരൊന്നും വല്ലാതെ കാണില്ല. ചെറുപ്പക്കാരെല്ലാരും ഗൾഫ് പോയതാണ്. നിങ്ങൾക്ക് ധാരണ ഉണ്ടോ? ഇവിടെ ഉണ്ട്. പോയൊക്കെ കല്ലുമ്മ കയറിയിരിക്കുന്നുണ്ടാവും, പോയൊക്കെ കടപ്പുറത്ത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ടാവും, പോയൊക്കെ അങ്ങാടിന്റെ മുക്കുമൂലയിൽ മൊബൈൽ നോക്കിയിട്ട് ഉടുപ്പില്ലാതെ ചിരിച്ചിട്ടുണ്ടാവും. എന്താണ് അവർ മൊബൈൽ തുറന്നിട്ട് നോക്കണത്? മുത്തപ്പരി തോന്നുക. എന്താ ഒരു മൊബൈലിൽ നോക്കണത്? മസാലന്റെ ഇഷ്കാൽ എടുക്കാണോ? അല്ല, ഇത് നിങ്ങളെ കുട്ടികളല്ലേ. ഈ കുട്ടികളൊക്കെ പൊന്നാനിയിൽ ജനിച്ചു വളർന്നിട്ട് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് വളർന്നു വലുതാരല്ലേ. എന്താ അവര് പള്ളി കയറാത്തത്? എന്താ അവർക്ക് മാരിവേശാനിടയിൽ 1 മണിക്കൂർ ദർസിൽ പോയി ഓതിയാൽ? എല്ലാവർക്കും യശസ്കാരം കഴിഞ്ഞിട്ട് പുറത്തു പോകുമ്പോ പൊന്നാനി കമ്മിറ്റിന്റെ വക 1000 രൂപ കൊടുക്കണ്ടെന്ന് തന്നെ എല്ലാവരും ദർസ് പോലെ. എന്താ ഓപ്പറേറ്ററെ സൗണ്ട് വർഷങ്ങൾ സൗണ്ട് കൂട്ടി എല്ലാരും അല്ലേ? യശ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങണം. അതിൻ്റെ കൂടി തറികട എടുക്കില്ലേ? ഈ ഹൗസിൽ കണ്ട് ഇറങ്ങുന്ന സമയത്ത് കമ്മിറ്റിക്കാരൊക്കെ എല്ലാവർക്കും ഒരു 1000 രൂപ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ പള്ളിയിലൊന്നും ദർശനിരിക്കാൻ കുട്ടികൾക്ക് സ്ഥലം ഉണ്ടാവില്ല, ഉറപ്പാണ്. ഒരു പ്രസ്താവന നടത്തി നോക്കി. ഇവിടെ മഗ്‌രിബ് ഇശാനടിയിൽ ദർസിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബത്തിനും പൊന്നാനി കമ്മിറ്റിന്റെ വക ദിവസം 1000 രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ളവരെ വിളിച്ച് വരുത്തിയിട്ട് ദർശ കൊടുക്കും. ഇൽമിനോടൊക്കെ തീർച്ചയായിട്ടും കൂടിയിട്ട് ഭ്രാന്തായി മാറും. ഇത് നമുക്കറിയാം. ഇത് ദുന്യാവിന്റെ കാര്യത്തിൽ ശരിയാവില്ല. എന്നാൽ ദുന്യാവും കിട്ടും. പള്ളിയിൽ പോയിരുന്നാൽ നിങ്ങളുടെ കുട്ടിനെ നിങ്ങൾ പള്ളിയിൽ കൊടുന്നിരുത്തി ആ 1 മണിക്കൂർ ആ കുട്ടി കിതാബ് ഓതിയിട്ട് അവിടെ അതാ ഇശാന്റെ ശേഷം നടക്കുന്ന ദ്വായിലൊന്ന് പങ്കെടുത്താൽ ഗൾഫിലുള്ള നിങ്ങളെ ശമ്പളം അറിയാതാണ് കൂടും, അല്ലെങ്കിൽ ഉള്ളതിന് ബർക്കത്തുണ്ടാവും. അതുണ്ടാവില്ല. ദീന് തെരഞ്ഞെടുത്താൽ രണ്ടുണ്ടാവും. എന്താ ഈ ബോധമൊക്കെ നമ്മളിൽ നിന്ന് ആരാ കൊത്തിയെടുത്തത്? ആരാ നഷ്ടപ്പെടുത്തിയത്? അതുകൊണ്ട് വളരെ വേദനയോടെ ഞാൻ പറഞ്ഞതാണ്, ചിന്തിക്കണം, ചിന്തിക്കണം. ഞാൻ ആവർത്തിച്ച് പറയുന്നത് കല്യാണത്തിന്റെ കാര്യം തന്നെ കാണാം. ഇതാണ് ഒരു കുടുംബത്തിനെ കൊണ്ടുപോകുന്ന രീതി കല്യാണമാണല്ലോ, അല്ലേ? എന്തെല്ലാം കോലത്തിലാണ്. കുറുക്കന്റെ മുഖംമൂടി ധരിച്ചിട്ടാണ് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പുതിയാപ്പള വന്നത്. കുറുക്കന്റെ മുഖംമൂടി, പുതിയാപ്പള വരിക കുറുക്കനായിട്ട്, കുറുക്കൻ പുതിയാപ്പള. പെണ്ണിങ്ങനെ പോണണ്ട, പൂരത്തിന് ആന ഇറങ്ങണ മതി, നെറ്റിപ്പട്ടൊക്കെ കെട്ടിയിട്ട് ഒക്കെ അങ്ങനെ. എവിടുന്നാ ഇപ്പൊ അതൊക്കെ എന്നാ നിങ്ങള് ഫാത്തി ഓതിയിട്ട് ദ്വാരുന്ന സ്ഥലത്ത് നിന്ന്? അതാണ് ഇപ്പൊ. ആ ഫാത്തിയാന് പരിഹസിക്കണോ? അല്ല, മുസ്താമാര് വന്നിട്ട് ഫാത്തി ഓതിയിട്ട് ഷെയ്ഖ് ജിലാനി അടക്കമുള്ള ആളുകൾക്ക് ഇലാദനത്തിൽ വിട്ടിട്ട് ദ്വാരുന്ന സ്ഥലത്ത് നിന്ന് പെണ്ണിറങ്ങിയാണ്. മുമ്പില് ക്യാമറക്കാരൻ, ബാക്കില് ക്യാമറക്കാരൻ, സൈഡില് ക്യാമറക്കാരൻ, അതിന്റെ അപ്പുറത്ത് കോൽക്കളിക്കാരൻ, ഇതിന്റെ സൈഡില് വലിയൊരു ആന ഒക്കെ വരാൻ പോകുന്നുണ്ട്. അതിന്റെയൊക്കെ മാതൃക റോഡിന്റെ നടുവിൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് കല്യാണത്തിന് ശേഖരമൊക്കെ കഴിഞ്ഞു. അങ്ങനെയല്ലേ? ഞാൻ ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് പ്രസംഗം പറഞ്ഞു, ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇന്നത്തെ മഹല്ല് പ്രസിഡന്റ് സെക്രട്ടറി കണ്ടുപോയാൽ ഇനി വരുന്ന പ്രസിഡന്റും സെക്രട്ടറിയും മഹല്ലിൽ വാഴ നടത്തുമ്പോ സെക്രട്ടറി സ്വാഗതം പറയാൻ ട്രൗസർ ഇട്ടിട്ട് കയറുന്ന കാലം ഒരു 10 കൊല്ലം മലയാള മണ്ണിൽ ഉണ്ടാവുന്നതാണ്. നമ്മൾ വാഴനായാൽ സെക്രട്ടറി ഇങ്ങനെ സ്വാഗതം പറയാൻ ഷെഡിട്ട് കാണും. ഇന്നത്തെ സെക്രട്ടറിയാണ് മരിച്ച് ഇനിയുള്ള മൂപ്പര മോനാണ്. ആ മോൻ ഇന്ന് ട്രൗസർ ഇടുന്നുണ്ട്. സെക്രട്ടറി അതിന്റെ പേരിൽ ഊരുവോ? ഉണ്ടാവില്ല. അത് ഇട്ടിട്ട് തന്നെ സ്വാഗതം പറയാം. ഇത് ഞാനാണ് പറഞ്ഞപ്പോ മാലിലെ ഖത്തീബ് ഭയങ്കര ചിരിച്ചു. ഭയങ്കര ചിരി. ഞാൻ പറഞ്ഞു വല്ലാതെ ചിരിക്കണ്ട, ഇതൊക്കെ നടക്കണേന്നാണ് പറഞ്ഞത്. അപ്പൊ മൂപ്പരിനോട് പറഞ്ഞേ, ഉസ്താദ് അത് 10 കൊല്ലം കഴിയണ്ട, ഞങ്ങളെ മാലിന്റെ അപ്പുറത്തുള്ള മാലിന്റെ സെക്രട്ടറി ഇപ്പൊ തന്നെ ട്രൗസർ ഇട്ട് നടക്കണേ പറഞ്ഞു. അയാളാണ് കയറിയപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ തന്നെ നടന്നില്ലെന്ന് വെച്ചു. അതിനെന്തിനാ 10 കൊല്ലത്തേക്ക് നീട്ടുന്നത് വെച്ചു. അപ്പൊ അയാൾ ചിരിച്ചത് അത് 10 കൊല്ലത്തേക്ക് നീട്ടി പറയണ്ട, അതൊരു 5-6 മാസം കഴിഞ്ഞാൽ നടക്കണമെന്ന് മൂപ്പര അഭിപ്രായം അല്ലേ? നമ്മൾ കുറെ ആളുകൾ ഈ കാര്യങ്ങളൊക്കെ മൂടി വെച്ചിട്ട് പറയാതെ ഇങ്ങനെ വെറും പിന്നെ ഹംസത്തുൽ ഖാന്റെ ചരിത്രം, പിന്നെ ഇബ്രാഹിം നബിന്റെ ചരിത്രം, ബിലാൽ ബോധം കിട്ടും മാത്രം പറഞ്ഞ ദ്വാരനെ പിരിഞ്ഞാൽ കടമ തീരും. അതൊക്കെ പറയാം നമുക്ക്. പക്ഷെ പറയേണ്ടതൊക്കെ നല്ല നിലക്ക് നീണ്ടിരുന്ന് പറയണ്ടേ? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. എപ്പോഴാണ് അള്ളാന്റെ അദാബ് ഇറങ്ങാന്ന് അറിയില്ല. ഇപ്പൊ വെള്ളം മാത്രം ഒന്ന് പിൻവലിച്ചിട്ട് അള്ളാഹ് അദാബിന്റെ ഒരു അഡ്വാൻസ് ഡോസ് എങ്ങനെ ചെയ്തു തന്നിട്ടുള്ളൂ. വലിയ അദാബൊക്കെ വരാൻ പോകണേ. നമ്മൾ കടൽ തീരത്ത് പാർക്കണവരാണ്. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പെങ്ങന്മാരെ, നിങ്ങളൊക്കെ ഒരളവോളം ശ്രദ്ധിക്കണം. നിങ്ങളെ മക്കളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പഴയ കാലത്ത് വീട്ടിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതിപ്പിക്കുന്ന ഉമ്മാരുണ്ടായിരുന്നു, പെങ്ങന്മാരുണ്ടായിരുന്നു, പള്ളിക്ക് പറഞ്ഞേക്കുന്നവരുണ്ടായിരുന്നു, തൊപ്പി തുന്നി കൊടുക്കുന്നവരുണ്ടായിരുന്നു, തിരുമ്പി കൊടുക്കുന്നവരുണ്ടായിരുന്നു മക്കൾക്ക്. ഇന്നതൊന്നുമില്ല. ഇന്ന് മൊബൈലും ട്രൗസർ ഇട്ടിട്ടാണ്ട് ഉന്താണ് അങ്ങാടിക്ക്. ഈ കുട്ടികൾ പോകാനുള്ളടത്തൊക്കെ പോയി ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കേൾക്കാനുള്ളതൊക്കെ കേട്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞ് തീരുമാനം എടുക്കാനൊക്കെ തീരുമാനത്തിൽ ഇങ്ങനെ വരികയാണ്. അതിന്റെ അടിയിൽ കൂടി കുറെ ചാടിപ്പോക്കും മറ്റേതും അങ്ങനെ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിക്കണം, എവിടെയെത്തി? ഇതിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം സിനിമ, സീരിയലാണ് എന്നതും ഞാൻ ഈ വിഷയത്തിന്റെ ഇടയിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓ പ്രിയപ്പെട്ട
പെങ്ങളെ, ചാടിപ്പോക്കിനെ കുറിച്ച് ഞാൻ വിശദമായി പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉണർത്തുകയാണ്. ഈ പ്രണയത്തിന്റെ മാംസബന്ധിത ഇക്കിളിയുടെ ചാടിപ്പോക്കിന്റെ അവസാനം എന്താന്ന് നിനക്കറിയോ? അത് എവിടെയാ കലാശിക്കലെന്നറിയോ? അപമാനം നിറഞ്ഞ മുഖമായി, പ്രയാസം നിറഞ്ഞ അതാ കൽബായി, അതാ ഗർഭം പേറുന്ന ഉദരമായി, കുടുംബത്തെ പറയിപ്പിച്ച ചലിക്കുന്ന മൃതദേഹമായി നീ മാറുകയാണ് പെണ്ണേ. ഈ കഴുകന്മാരെ പ്രണയത്തിന്റെ വലയിൽപ്പെട്ടാൽ, ഓ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ള നീ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള നീ, നിന്നെ കാണാൻ വേണ്ടി നിന്നെ കെട്ടുന്ന അതാ പുതിയാപ്പള കടന്നു വരുമ്പോ മദ്രസയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ മോളെ, നിനക്ക് വാപ്പയ്ക്ക് അന്തമില്ലെങ്കില്, വാപ്പയ്ക്ക് ഓർമ്മയില്ലെങ്കില് മോളെ നിനക്കൊന്ന് പറഞ്ഞുകൂടെ? ഉപ്പാ, ഞാൻ എന്റെ ശരീരം കാണിച്ചു കൊടുക്കല് ആരാണോ എന്നെ കെട്ടുന്നത് അവന് മാത്രമാണ് ഉപ്പാ എന്നത് പറയാം. മോളെ, നിനക്ക് എന്തിന്റെ ചെലവാണുള്ളത്? എന്തിന്റെ ചെലവാണുള്ളത്? ഇത് പെണ്ണ് കാണാൻ വേണ്ടി പോവാണ്. ഒരു ജുമാക്കുള്ള ആളുണ്ടാവും, 10-40 ആൾക്കാർ. ആ പള്ളിയിൽ നിസ്കരിക്കുന്ന ആൾ തന്നെയാണ്, പക്ഷെ മോളാണ് നിർത്തി കൊടുക്കുകയാണ്. ആ എല്ലാരും കൂടി പെണ്ണ് കാണാം, അതിലെല്ലാരും ഫോട്ടോ എടുക്കണം. ചിലർ പറഞ്ഞു ഇന്ന് ഇങ്ങോട്ട് നോക്കി ചിരിച്ചാ കുഴപ്പമില്ലാത്ത പെണ്ണ് അങ്ങോട്ട് നോക്കി ചിരിക്കണം. അപ്പൊ അവന് കാക്കാപ്പുള്ളി എടുക്കുന്നിട്ട് ക്ലബ്ബ് പോയിട്ട് പറയാം, ആ ഒക്കെ സംഗതി വിസാറാണ്, ഇടതുഭാഗത്തൊരു കാക്കാപ്പുള്ളി ഉണ്ട് പറയാം. അപ്പൊ കണ്ടോ പറയാം, എന്നാ പിന്നെ വേണ്ടാന്ന് വെച്ചാലോ? ഇങ്ങനെയാണ് പെണ്ണാണല്. ആ നല്ല നല്ല മുത്തക്കികളെ മനുഷ്യന്മാര് അവരുടെ പെൺകുട്ടികളെ ഇറങ്ങിപ്പോവാൻ, തോളില് ഷാള്, അരമുറിയാൻ കഴിയുള്ള കുപ്പായം, പിന്നിങ്ങനെ ബ്ലൗസിന്റെ ഉള്ളിൽ നിന്ന് തുറിക്കുന്ന സൈസ് ഓരോ സാധനങ്ങൾ, അതൊക്കെ ഞെണങ്ങി കുണിങ്ങിങ്ങനെ പോവാ. നമ്മൾ ചോദിക്കാണ്, അല്ല ആചാര്യ നിങ്ങൾക്ക് ഇതിനൊന്നും ഉത്തരവാദിത്തല്ലേ? ഞാൻ കെട്ടിച്ചതല്ലേ? ഈ കെട്ടിച്ചത് നരകത്തുക, ഈ കെട്ടിക്കണ നരകത്തുക. എവിടേക്കായി കെട്ടിക്കണ നരകത്തുകോ? വാലങ്ങൾ വേണേ മുടക്കിക്കോളി, പക്ഷെ മഹദൂദങ്ങൾക്കറിയാം അത് അള്ളാന്റെ ദീനാണ്. എവിടേക്കാ നിന്റെ മോളെ കെട്ടിച്ചിരുന്നേ? നരകത്തുകാണോ? കെട്ടിച്ചതല്ലേ? ആരോടാ ഈ മസല പറയും? മക്കളെ കെട്ടിക്കണ നരകത്തുക. ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളോട്, ഈ കുട്ടി ചെറിയ കുട്ടിയാകുമ്പോ വീട്ടിൽ ഇസ്തിരിപ്പെട്ടി ചൂടാക്കി വെച്ച് അതിലേക്ക് കൈ അങ്ങോട്ട് നീട്ടുന്ന സമയത്ത് നിങ്ങളെങ്ങാനും കണ്ടാൽ പെട്ടെന്ന് ചാടി പിടിച്ചിട്ട് തൊട്ടിലിട്ടിട്ട് ഉറക്കിയിട്ട് നിങ്ങൾ ആ കാളിച്ച് പിന്നി മാറൂലേ? എന്റെ കുട്ടി എങ്ങാനും തൊട്ട എന്താ അതിന് ഓർച്ചാനേ ബദിനിങ്ങളെന്ന് പറയില്ലേ? എന്നാ ഈ കുട്ടിപ്പോ പോണേ ഇസ്തിരിപ്പെട്ടി തൊടാനല്ലേ നരകത്തുക? എന്താ കാളിച്ച് കയറാത്തത്? ഈ പോക്ക് പോണ നരകത്തുക. ഇസ്തിരിപ്പെട്ടി തൊടാൻ പോകുമ്പോ കയറുന്ന ആ കാഴ്ച എവിടെ പോയി? എന്താ തടുക്കാത്തത്? എന്താ പറയാത്തത്? നിങ്ങളിൽ പ്രായമുള്ള കുറെ ഉമ്മാര് മൊക്കനിട്ടിട്ടുണ്ട്, കയ്യുറ ധരിച്ചിട്ടുണ്ട്, കാലം ധരിച്ചിട്ടുണ്ട്, ഒക്കെ ശരി. പക്ഷെ ഒപ്പം നടക്കുന്ന ഒരു 19 വയസ്സുള്ള മോളുണ്ടല്ലോ, അത് കടയിൽ നിന്ന് വെണ്ടക്ക വാങ്ങിക്കൊണ്ടിരുന്ന പോലെ, പയർ വാങ്ങിക്കൊണ്ടിരുന്ന പോലെ നടുവിലൊരു കെട്ട് മാത്രമേ ഉള്ളൂ. എന്താ അത് പറയാത്ത? നിങ്ങള് നരകത്തേക്ക് കത്തും കമ്പിയും കൊടുത്ത് പറഞ്ഞേക്കണോ? വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. അതുകൊണ്ട് നിങ്ങളെ മുഖ്യമായ കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു വെച്ചിരിക്കുന്നു. തകാസുർ നിങ്ങളെ മുഖ്യമായ കാര്യത്തിൽ നിന്ന് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സമ്പത്ത്, സന്താനങ്ങൾ, ഇതൊക്കെ അള്ളങ്ങോട്ട് തന്നപ്പോഴേ അള്ളാന്നുള്ള ഓർമ്മ അങ്ങട്ടില്ല. ആ ചിലര് പറഞ്ഞതാണ് ഗാനമേള നടത്തണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചിരുന്നു, പക്ഷെ മോള് വാശി പിടിച്ച്, അതിനാണ് അൽഹാക്കുമുത്തക്കാത്തൂർ എന്ന് പറയാം. ഗാനമേള വേണ്ടാന്ന് വെച്ചാണ് ഉസ്താദെ, എനിക്കായി ഇഷ്ടമല്ലോ. പക്ഷെ ബഹ്റൈനിൽ വന്ന മൂത്തോൻ പറഞ്ഞു, അപ്പൊ ഞാനല്ല പൈസ കൊടുക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് നടത്തിക്കോളിന്ന്. അപ്പൊ ഞാൻ സമ്മതിച്ചു കൊടുത്താണെന്ന്. അതിനാണ് അൽഹാക്കുമുത്തക്കാത്തൂർ എന്ന് പറയാം. ഇത് ഏതുവരെ പോകുന്നവരോ? മരിച്ചിട്ട് നിങ്ങളെ ശരീരം കബറ് കൊണ്ടുപോയിട്ട് താഴ്ത്തുന്നത് വരെ ഈ ദുരഭിമാനം നിങ്ങളെ കൂടെ തുടരുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, കല്ലാ, ആർഭാടവും ആഭാസവും ആക്രാന്തവും ആക്രോശവും ജീവിതാജണ്ടയാക്കി മക്കളും സമ്പത്തും സന്താനവും അതിന്റെ പൊടിപ്പും തുവലും കൂട്ടുന്ന മരുന്നും ഉപാധിയുമായി നടക്കുന്ന ആഡംബര പ്രേമികളെ, വേണ്ട വേണ്ട.
പറയുകയാണ്, കല്ലാ സൗഫ തഅലമൂൻ, ശേഷം നിങ്ങൾക്ക് തിരിയുന്നതാ. രണ്ടാമതും ഖുർആൻ പറയട്ടെ, സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, വേണ്ട നിങ്ങൾക്ക് ശേഷം തിരിയുന്നതാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഒരുപാട് തഫ്സീറുകളിൽ ചിലത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. 2 പ്രാവശ്യം കല്ലാ സൗഫ തഅലമൂൻ എന്ന് പറയാൻ കാരണം വിവിധ ഘട്ടങ്ങളിൽ ഈ ആർഭാടം ശരിയല്ല എന്ന് അവന് മനസ്സിലാകുന്നതാണ്. കല്യാണ മണ്ഡപങ്ങളില് മറ്റുള്ള അന്യവ കോമളന്മാരെ മുമ്പില് ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് നാണമില്ലാതെ ഈമാൻ അറവശാലയിൽ ഏൽപ്പിച്ച് തുടങ്ങിയ പെങ്ങളെ, സ്കൂളിലുള്ള പരിപാടികളില് 20ഉം 18ഉം വയസ്സുള്ള തന്റെ പെൺകുട്ടികള് നാടകം കളിക്കുന്നത് കാണുമ്പോ സങ്കടമില്ലാതെ ഒപ്പനയിലും ഡാൻസിലും മാർക്ക് വാങ്ങിയത് എന്റെ മോളാണെന്ന് അഭിമാനത്തോടെ പറയുന്ന ഉപ്പാ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സമ്പത്ത് കൊണ്ട് സന്താനങ്ങളെ കൊണ്ട് റബ്ബ് തആല പൊരുത്തമില്ലാതെ ആഡംബരം നടത്തിയവരില്ലേ, ആഭാസഗംഗയിൽ മുങ്ങിയവരില്ലേ, അവർക്ക് നിക്ഷേപമായിട്ടും ശേഷം തിരിയുന്നതാണ്. പിന്നെയും പറയുന്നു ശേഷം തിരിയുന്നതാ. ഇങ്ങനെ 2 പ്രാവശ്യം കൃത്യമായി ആവർത്തിച്ചു പറയാറുള്ള കാരണം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ തിരിയിലേ അവന്റെ മരണസമയത്താണ്. സുബ്ഹാനല്ലാഹ്, മരണസമയത്ത് അസ്റായീൽ വന്നുകൊണ്ട് റൂഹിനെ പിടിക്കുമ്പോ പണം ഹറാമിയത്തിൽ ചെലവഴിച്ചവരില്ലേ, ദൂർത്തിന് വേണ്ടി സമർപ്പിച്ചവരില്ലേ, അത് ശരിയായില്ല എന്നതിന് അള്ളാന്റെ അദാബിന്റെ ചാട്ടമാറങ്ങ് ഏറ്റുവാങ്ങുമ്പോ അവനങ്ങ് ഖേദബോധത്തോടെ മനസ്സിലാക്കുന്നതാണ് രണ്ടാമത് തിരിയുന്നത്. കത്തിക്കാവുന്ന ഭീകരമായ നരകജ്വാലയിലേക്ക് ആ തളങ്ങിയ പെണ്ണില്ലേ, ആഡംബര പ്രേമിയായ മനുഷ്യരില്ലേ, അവനെ അങ്ങ് വലിച്ചെറിയുമ്പോ അല്ലാഹുവേ 3000 കൊല്ലം പടച്ചവൻ നിരന്തരമായി കത്തിച്ചു വെച്ച തീജ്വാലയില്ലേ, കല്യാണ മണ്ഡപത്തിലെ ഗാനമേളയിൽ പോയിരുന്നു ലോറും നസറും തലാക്കുന്നത് പ്രശ്നമല്ലാത്ത പെങ്ങളെ, സെക്സ് പാട്ട് പാടിയിട്ട് കല്യാണത്തിന്റെ ആഘോഷത്തിന്റെ മരുന്ന് കുട്ടിക്കളില് ഏതോ ഈമാനുള്ള തൊട്ടിയിട്ടാങ്ങളാ, ഇതൊന്നും ശരിയല്ല എന്ന് പറയുമ്പോ അവനെതിരെ ലോകം തിരിയാത്ത പഴഞ്ചൻ വർത്തമാനങ്ങളുമായി കല്യാണം കൊളാക്കല്ലടാ എന്ന് പറയാൻ നാക്കുപയോഗപ്പെടുത്തുന്ന പെങ്ങളെ, ആ ഉപയോഗപ്പെടുത്തിയതിന്റെ പേരിൽ സർവശക്തനായ അല്ലാഹു 3000 കൊല്ലം കത്തിച്ചു വെച്ച കഠിനകഠോരമായ തീജ്വാലയില്ലേ, ആ തീജ്വാലയിലേക്കൊന്ന് വലിച്ചെറിയപ്പെടുമ്പോ നാടെല്ലാം അങ്ങ് ഒരുകുമ്പോ, തലയോട്ടി അങ്ങ് ഒരുകുമ്പോ, തലച്ചോറ് വിളക്കത്ത് വെച്ച പ്ലാസ്റ്റിക്കിന്റെ ഉരുകും പോലെ ഉരുകിത്തീരുമ്പോ ഖുർആൻ പറയുകയാണ്, ലതറവുന്നൽ ജഹീം ثم لترونها عين اليقين. ആ കഠിനമായ നരകത്തിന്റെ തീജ്വാല നിങ്ങൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ട് അറിയുമ്പോ അല്ലാഹു നമ്മെല്ലാം കാത്തിരക്ഷിക്കട്ടെ. പൊന്നാനിക്കാരെ, ഒരുപാട് മാസങ്ങൾ ഒരുപാട് വർഷങ്ങൾ എന്നെ നിങ്ങൾ ആളുകൾ വിളിക്കുന്നുണ്ട്. ഞാൻ ഈ വിഷയമൊന്ന് യോജിച്ചു കിട്ടാൻ കുറെയായി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കൊല്ലത്തിൽ എനിക്ക് അങ്ങനെ ഒരു വിഷയം നിങ്ങൾ വന്നത്. അതുകൊണ്ട് ഞാൻ പൊന്നാനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞതല്ല. എന്റെ ഈ ആള് കേൾക്കുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗം
ഭാഗങ്ങളിലുമുള്ളവർ കേൾക്കുന്നുണ്ട്. പൊന്നാനി എല്ലാത്തിനും മാതൃകയാവണം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ ചെറുപ്പക്കാരുടെ ആഭാസവും ആർഭാട് എന്റെ നാട്ടിൽ ഇതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷെ പൊന്നാനിയിൽ തീരെ പാടില്ല. അതിന് നമ്മളെല്ലാം ഒന്ന് ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്താൽ പരമാവധി തുടച്ചു നീക്കാൻ പറ്റുമേ. അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. അള്ളാഹു അവസരം നൽകട്ടെ. ദീർഘമായി പ്രസംഗിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ പറയും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് എന്നിട്ട് ദ്വാരന്നിട്ട് നമുക്കൊന്ന് പിരിയാൻ ഇൻഷാ അല്ലാഹ്. ഞാനൊന്ന് ഇരുന്ന് ഓപ്പറേറ്റർ ഞാൻ ഇരിക്കണമെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഇരിക്കുന്നത് നീക്കും വേണം. അതുകൊണ്ടാണ് മഴ ഉണ്ടെങ്കിൽ ദ്വാരനെ പേര് ഞാൻ വാല് നിർത്തിയിട്ടല്ല മഴ ചെയ്തത്. വാല് നിർത്തി ദ്വാരക്കാൻ നിൽക്കുമ്പോഴല്ലേ മഴ ചെയ്തത്. അതുകൊണ്ട് ദ്വാരം നമുക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്. ആ കൂട്ടത്തിൽ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് പോയിക്കോളെ. എല്ലാവരും ഒന്ന് വന്ന് പോയിക്കോളെ. ആ ബക്കറ്റ് ഒന്ന് ഇങ്ങോട്ട് വെച്ചാൽ മതി. ആ ബക്കറ്റ് മോനെ ഒരു കുട്ടി ആ ബക്കറ്റ് ഒന്ന് വെച്ചാൽ നിങ്ങൾ നല്ല രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെറിയൊരു ദ്വായിൽ. അപ്പൊ എല്ലാവരും വന്നിട്ട് നല്ല രൂപത്തിൽ ഈ സംരംഭത്തിലേക്ക് നിങ്ങളാൽ കഴിയുന്ന